അറ്റാക്സ് വരുന്നത് തടയുക. അതുപോലെ തന്നെ അങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ അതിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഡിഫൻസീവ് സൈഡിൽ വരുന്നത്. വൈ ഗെറ്റ് എ കരിയർ ഇൻ സൈബർ ഓക്കെ, സൈബർ സെക്യൂരിറ്റിയിൽ എന്തുകൊണ്ട് നമ്മളൊരു കരിയർ എടുക്കണം എന്നുള്ള കാര്യം പറയുന്നത്. ഹൈ പേ എന്ന് പറയുമ്പോൾ എന്താ, ജോബ്സ് ഇൻ സെക്യൂരിറ്റി ഹാവ് ഹൈ സ്റ്റാർട്ടിങ് സാലറീസും കാര്യങ്ങളും. നമ്മൾ അത്യാവശ്യം നല്ല സ്കില്ലഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാക്കേജിൽ നമുക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് പറ്റും. നമുക്ക് അതിനനുസരിച്ചുള്ള പഠനം കാര്യങ്ങളും നമ്മൾ നടത്തുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈ സാലറിയിൽ പ്ലേസ്ഡ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, കഴിയുന്ന സമയം എന്ത് ചെയ്യാം, ഒരു സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവുക. ഇപ്പോൾ ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് ക്ലിയർ ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് തീർക്കുക. ഡൗട്ട്സ് വരുന്നത് സ്വാഭാവികമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊക്കെ എന്ത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. സോ അങ്ങനെ തന്നെ പഠിക്കുക. ആർക്കും ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിട്ട് പഠിച്ചു വരുന്നില്ല. ബേസിക് ടു അഡ്വാൻസ് തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ബേസിക് ടു ഇന്റർമീഡിയറ്റ് ആ ലെവലിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വരിക. സോ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകാം. ഹൈ പേ, നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, സൈബർ സെക്യൂരിറ്റിയിൽ നേടാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാര്യമാണ് എന്ത്, എക്സൈറ്റിംഗ് വർക്ക് ക്യാൻ ഇൻക്ലൂഡ് ലീഗലി ഹാക്കിംഗ് സിസ്റ്റം ഓർ ഡിഫെൻഡിങ് അഗെയിൻസ്റ്റ് സൈബർ അറ്റാക്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മൂവീസിൽ പണ്ട് നാളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മൂവീസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഹാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ ശരിക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന നേരത്ത് എന്താ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കടലാന്നൊക്കെ പറയാം സൈബർ സെക്യൂരിറ്റി. അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ട് തയ്യാറാവുക. ഒന്നിൽ നമ്മൾ മാസ്റ്റർ ആവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു നല്ല രീതിയിൽ മുന്നേറാൻ, അതുപോലെ തന്നെ ആ ഒരു കരിയർ അതുപോലെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, എല്ലാ കാര്യത്തിലും നമ്മൾ പോയി എന്ത് ചെയ്യുക, നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു കാര്യം ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. ഒഫൻസീവ് സൈഡെങ്കിൽ ഒഫൻസീവ് സൈഡ്, ഡിഫൻസീവ് സൈഡെങ്കിൽ ഡിഫൻസീവ് സൈഡ്, അത് സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ഓക്കെ, സോ എക്സൈറ്റിംഗ് ആയിരിക്കും. നമ്മുടെ മൂവീസിലും കാര്യങ്ങളൊക്കെ കണ്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പാഷനായിട്ട് ആയിരുന്നെങ്കിൽ നല്ലൊരു കരിയറാണ്. ഓക്കെ, ഒരാൾ പാഷനായിട്ടാണ് സൈബർ സെക്യൂരിറ്റിനെ പറ്റിയിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും സൈബർ സെക്യൂരിറ്റി മടുക്കത്തില്ല. അയാൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അയാൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയാൾ അതിനനുസരിച്ചുള്ള അയാൾക്കൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സൈബർ സെക്യൂരിറ്റിയിൽ. ഓക്കെ, സോ ബി ഇൻ ഡിമാൻഡ്. എന്ത് ചെയ്യുക, ദർ ആർ ഓവർ 3.5 മില്യൺ അൺഫൈഡ് സൈബർ പൊസിഷൻസ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അൺഫില്ലഡ് ആയിട്ടുള്ള സൈബർ പൊസിഷൻസ് 3.5 മില്യൺസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രത്തോളം എന്ത് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എന്ത് വരുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നുണ്ട്. സോ ദിസ് റൂം ഹെൽപ്സ് യു ബ്രേക്ക് ഇൻ ടു സൈബർ സെക്യൂരിറ്റി by providing information about various cyber security roles. It's also links to different learning paths that you can use സ്റ്റാർട്ട് ബിൽഡിങ് യുവർ സൈബർ സ്കിൽസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചധികം സൈബർ റോൾസും സൈബർ സെക്യൂരിറ്റി വരുന്ന കുറച്ച് റോൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഓരോന്നിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കിടക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈബർ അനലിസ്റ്റ് ആണ്. നെറ്റ്വർക്കിന് എന്തോ എറർ ഉണ്ടെന്ന് തോന്നുന്നു. It's just a minute. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നില്ലേ? ഹലോ, ഓക്കെ. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ഇതുവരെ നമ്മൾ എന്ത് പറഞ്ഞു, സൈബർ സെക്യൂരിറ്റി വരുന്ന കുറച്ച് റോൾസും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി ചൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു റോൾ എന്ന് പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ഓക്കെ, സോ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ സെക്യൂരിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഡാറ്റ. ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റയും കാര്യങ്ങളും എന്ത് ചെയ്യുക, അവിടെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു ഓർഗനൈസേഷൻ ഡാറ്റനെ അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ അതിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്യൂരിറ്റി അനലിസ്റ്റ് ആർ ഇൻ്റഗ്രൽ ടു
constructing security measures across organization to protect the company from attacks. Okay. സോ ഇവരെന്താ ചെയ്യുന്നത്, സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ സെക്യൂരിറ്റി ആവശ്യമായിട്ടുള്ള ഓർഗനൈസേഷന് ആയിട്ട് അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഇതുപോലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇൻറ്റിഗ്രേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഡാറ്റ പുറത്തുനിന്ന് ഇപ്പോൾ ആരെങ്കിലും അകത്തോട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെക്ക് ചെയ്യുക. അനലിസ്റ്റ് ആർ എക്സ്പ്ലോർ ആൻഡ് ഇവാലുവേറ്റ് കമ്പനി നെറ്റ്വർക്ക്സ് ടു അൺകവർ ആക്ഷനബിൾ ഡാറ്റ ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ എഞ്ചിനീയേഴ്സ് ടു ഡെവലപ്പ് പ്രിവെൻഷൻ മെഷേഴ്സ്. ഓക്കെ, പ്രിവെൻറ്റേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഇത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ അവരാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള വൾണറബിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ എഞ്ചിനീയേഴ്സ്, ഇവിടെയുള്ള സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന എഞ്ചിനീയേഴ്സിനും കാര്യങ്ങൾക്കും എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കും. അതിനാവശ്യമായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദിസ് ജോബ് റോൾ റിക്വയർസ് വർക്കിംഗ് വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഗെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെക്യൂരിറ്റി റിക്വയർമെന്റ് ആൻഡ് സെക്യൂരിറ്റി ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഇവർ പലതരത്തിലുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യും. സോ ഓക്കെ, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ പലതരത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ അവിടെ വരുന്ന എന്തോ ആയിക്കോട്ടെ, നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഫയർവാളിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, അവരെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം, അവരുടെ നെറ്റ്വർക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി അനലിസ്റ്റ് അറിഞ്ഞിരിക്കണം. സെക്യൂരിറ്റി അനലിസ്റ്റ് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സോക്ക് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്ററിൽ വരുന്ന സോക്കിലാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി അനലിസ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കുക. വർക്കിംഗ് വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു അനലൈസ് ദ സൈബർ സെക്യൂരിറ്റി ത്രൂ ഔട്ട് ദ കമ്പനി. ഒരു കമ്പനിയിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പനിയിൽ സെക്യൂരിറ്റി അനലിസ്റ്റ് മാത്രമായിരിക്കില്ല സെക്യൂരിറ്റി സൈഡിലുണ്ടാകും, പലതരത്തിലുള്ള, ഇപ്പോൾ പെനട്രേഷൻ ടെസ്റ്റേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, പലതരത്തിലുള്ള. ഇപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഇൻസിഡന്റ് റെസ്പോൺസർ ആയിക്കോട്ടെ, ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനർ ആയിക്കോട്ടെ, മാൽവെയർ അനലിസ്റ്റ് ആയി, ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ആര്, സെക്യൂരിറ്റി അനലിസ്റ്റ്. എന്നിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ വരുന്ന മാക്സിമം വരുന്ന സെക്യൂരിറ്റി സൈഡിലുള്ള ആൾക്കാരായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു വർക്ക് ചെയ്യേണ്ടി വരും. കമ്പൈൽ ഓൺഗോയിങ് റിപ്പോർട്ട്സ് അബൌട്ട് ദ സേഫ്റ്റി ഓഫ് നെറ്റ്വർക്ക്, ഡോക്യുമെന്റിംഗ് സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് മെഷേഴ്സ് ടേക്കൻ ഇൻ റെസ്പോൺസ്. ഓക്കെ, ഇവരെന്ത് ചെയ്യും, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക്സിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടുള്ള ഡോക്യുമെന്റ്സും റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മെഷർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യാം, ഈ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിരിക്കും. ഇവരായിരിക്കും എന്ത് ചെയ്യുക, അത് ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അതുകൂടാതെ തന്നെ ഡെവലപ്പ് സെക്യൂരിറ്റി പ്ലാൻസ് ഇൻകോർപ്പറേറ്റിംഗ് റിസർച്ച് ഓൺ ന്യൂ അറ്റാക്സ് ടൂൾസ് ആൻഡ് ട്രെൻഡ്സ്. ഇവരെന്ത് ചെയ്യും, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെക്യൂരിറ്റി പ്ലാൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്ലാൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇൻകോർപ്പറേറ്റിംഗ് റിസർച്ച് ഓൺ ന്യൂ അറ്റാക്ക് ടൂൾസ് ആൻഡ് ട്രെൻഡ്സ്. ഇവരെന്ത് ചെയ്യും, പുതിയതായിട്ട് വരുന്ന ടൂൾസും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന അറ്റാക്സും അല്ലാന്നുണ്ടെങ്കിൽ ട്രെൻഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യും, റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആൻഡ് മെഷേഴ്സ് നീഡഡ് അക്രോസ് ടീംസ് ആൻഡ് മെയിൻറ്റെയിൻ ഡാറ്റ സെക്യൂരിറ്റി. നമുക്ക് പുതിയതായിട്ട് വരുന്ന അറ്റാക്സും കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ഒരു ആസ്പെക്റ്റിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ടൂൾസോ അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന അറ്റാക്സോ കാര്യങ്ങളോ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ്, ഡിഫെൻസീവ് സൈഡിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അറിയണം, ഒഫെൻസീവ് സൈഡ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അറ്റാക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഹാക്കറിനെ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹാക്കറിനെ എന്ത് ചെയ്യണം, പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹാക്കറിനെ പോലെ ചിന്തിക്കണം, ഹാക്കർ പെരുമാറുന്നത് പോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന അറ്റാക്സ് കാര്യങ്ങളായിരിക്കും ഹാക്കർ എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ട് വരുന്ന അറ്റാക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് നമ്മളെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിനാവശ്യമായിട്ടുള്ള ലേണിംഗ് പാത്ത് ട്രൈഹാക്മിൽ വരുന്നുണ്ട്. ട്രാക്മി ലേണിംഗ് പാത്തിൽ വരുന്നതാണ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ടു സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ പ്രീ സെക്യൂരിറ്റി, സോക്ക് ലെവൽ 1. ഇതിപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാത്ത് നമുക്ക് കിട്ടും, കാണിച്ചു തരാം. സോ സൈബർ സെക്യൂരിറ്റിയിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, പഠിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ട്രൈഹാക്മി എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു,
ഓഫൻസീവ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നതാണ് കരിയേഴ്സ് ഇൻ സൈബർ. ഇപ്പോൾ ഇവരെന്ത് ഇൻട്രൊഡക്ഷൻ ടു സൈബർ സെക്യൂരിറ്റിയിൽ ഇത്രയും റൂംസ് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഓഫൻസീവ് സെക്യൂരിറ്റിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴത്തോട്ടൊരു ലിസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇതിലെന്ന് പറയുന്നത് പ്രീ സെക്യൂരിറ്റി ആണ്. സൈബർ സെക്യൂരിറ്റി നമ്മൾ പഠിക്കുന്നതിന് മുന്നേ, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ, സൈബർ സെക്യൂരിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പാത്താണിത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി അല്ല സോറി ട്രൈഹാക്കിനിൽ ഒട്ടനവധി എന്ത് വരുന്നുണ്ട്, റൂംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു പാത്തായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിൽ വരുന്ന ലേണിംഗ് പാത്സ് ആണ് എന്ത്, ഇൻട്രൊഡക്ഷൻ ടു സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ പ്രീ സെക്യൂരിറ്റി, സോക്ക് L1. ഇതിൽ എന്തായാലും ട്രൈഹാക്കിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്, അതിൽ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ട്രൈഹാക്കിന്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പെയ്ഡ് ആണ്. സോ അതെന്ത് ചെയ്യണം, നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു L1 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി, ഇപ്പോൾ ഡിഫൻസീവ് ആയിട്ട് വരുന്ന സോക്ക് L1, ഇതിൽ ഏകദേശം സോക്കിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാത്താണിത്. സൈബർ ഡിഫൻസ് ഫ്രെയിം വർക്ക്സ് വരുന്നുണ്ട്. അതിനകത്ത് എന്ത് വരുന്നത്, ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സൈബർ ത്രെറ്റ് ആൻഡ് ഇന്റലിജൻസ്, അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ടൂൾസും അതുപോലെ തന്നെ ടെക്നോളജീസും റൂമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള പാർട്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പെനട്രേഷൻ ടെസ്റ്റിങ്ങിനാണെന്നുണ്ട്, അങ്ങനെ ഉണ്ട്. റെഡ് ടീമിനുണ്ട്, ബ്ലൂ ടീമിന് ആവശ്യമായിട്ടുള്ള പാർട്സ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ജസ്റ്റ്. ഓക്കെ, സോ സെക്യൂരിറ്റി അനലിസ്റ്റിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. ഇവരെന്താ മെയിനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ, പുതിയതായിട്ട് വരുന്ന അറ്റാക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള എങ്ങനെ കാര്യങ്ങൾ നോക്കും, അത് ഇംപ്ലിമെന്റ് ചെയ്യും ഒരു ഓർഗനൈസേഷനിൽ. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് 24/7 ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെയാണ് സെക്യൂരിറ്റി അനലിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ്. ഓക്കെ, സോ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്താണെന്നുള്ള കാര്യം നോക്കാം. ഇവരെന്താ ചെയ്യുന്നത്, ഡിസൈൻ. സെക്യൂരിറ്റി അനലിസ്റ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? അതിലെന്താ ഡൗട്ട് ഉണ്ടോ സെക്യൂരിറ്റി അനലിസ്റ്റ്? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ റൂം നിങ്ങൾ കൂടെ ഒന്ന് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എല്ലാം കംപ്ലീറ്റ്ലി എടുത്ത് ഫുൾ പോയിന്റ് എടുത്ത് വായിക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് ത്രൂ ഔട്ട് എന്താ കാര്യം എന്നുള്ള കാര്യം, ഓരോ റോൾ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യും. ഫസ്റ്റ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്താ ചെയ്യുന്നത്, റെസ്പോൺസിബിൾ മെയിൻറ്റെയിൻ ദ സെക്യൂരിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡാറ്റ. ഓർഗനൈസേഷൻ്റെ ഡാറ്റയും കാര്യങ്ങളും എന്ത് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനി സെക്യൂരിറ്റി എഞ്ചിനീയർ എന്താ ചെയ്യുന്നത്, ഡിസൈൻ, മോണിറ്റർ ആൻഡ് മെയിൻറ്റെയിൻ സെക്യൂരിറ്റി കൺട്രോൾസ്, നെറ്റ്വർക്ക്സ് ആൻഡ് സിസ്റ്റം ടു ഹെൽപ്പ് പ്രിവെൻറ്റ് സൈബർ അറ്റാക്സ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സെക്യൂരിറ്റി കൺട്രോൾസും അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുക, ഡിസൈൻ ചെയ്യുക, പിന്നെ നെറ്റ്വർക്കും സിസ്റ്റം ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സൈബർ അറ്റാക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക. ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് സെക്യൂരിറ്റി എഞ്ചിനീയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇത് നമുക്ക് ചിലപ്പോൾ വായിക്കുന്ന നേരത്തെ എല്ലാം ഒരേ റോളല്ലേ എന്ന് തോന്നും, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട്. അത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റോളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് യൂസിങ് ത്രെറ്റ് ആൻഡ് vulnerability data often sourced from members of the security workforce. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് എന്താ വെച്ചാൽ അവർ ഡെവലപ്പ് ചെയ്യും. അതുപോലെ എന്താ ഡെവലപ്പ് ചെയ്യുക, അതുകൂടാതെ ഇംപ്ലിമെന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ്, ഇവർ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ട്, യൂസിങ് ത്രെറ്റ്സ് ആൻഡ് വൾണറബിലിറ്റി ഡാറ്റ. ഓക്കെ, പുറത്ത് കൊടുത്തേക്കുന്ന ത്രെറ്റ്സ്, ഇപ്പം നിലവിലുള്ള ത്രെറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയെന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യും, സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും, സൊല്യൂഷൻസും കാര്യങ്ങളും എന്താ ഇംപ്ലിമെന്റ് ചെയ്യും. ഇത് യൂസ് ചെയ്യുന്ന എവിടെ നിന്നൊക്കെ ആയിരിക്കും, പുറത്തുനിന്നുള്ള ഇപ്പം നിലവിലുള്ള ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ വൾണറബിലിറ്റി ഡാറ്റാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നോക്കുക. ഓക്കെ, സോ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് വർക്ക് അക്രോസ് circumventing a breadth of attacks, including web application attacks, network threats, and evolving trends and ടാക്ടിക്സ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയതായിട്ട് വരുന്ന അറ്റാക്സും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനൊക്കെ നോക്കിയിട്ട് അത് വരുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്, അതുകൂടാതെ വെബ് ആപ്ലിക്കേഷൻ സൈഡിൽ വരുന്ന അറ്റാക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കും, നെറ്റ്വർക്ക് ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ട്രെൻഡ്സ് ആൻഡ് ടാക്ടിക്സ് ഇതൊക്കെ നോക്കും. ട്രെൻഡ്സ് ആൻഡ് ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നിലവിൽ ഒരു ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ നിലവിൽ ഇപ്പോൾ കുറച്ച് അറ്റാക്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അറ്റാക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് ഒരു ട്രെൻഡായിട്ടുണ്ടാകും.
ഓക്കെ. ഒരു കമ്പനിയിൽ ഒരു അറ്റാക്ക് നടക്കും. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും വേറൊരു കമ്പനിയിൽ നടക്കും. അതൊരു ട്രെൻഡായി മാറും. ഓക്കെ. നമ്മള് ബേസിക്കലി നമ്മൾ ട്രെൻഡ് എന്താന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായാലും എന്തൊക്കെ പലതരത്തിലുള്ള ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുക. ഓക്കെ. അങ്ങനെ ആയിരിക്കും ഇവരെന്ത് ചെയ്യും, നിലവിലുള്ള ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സെക്യൂരിറ്റിയിൽ ഉൾപ്പെടുത്തും. ഓക്കെ. ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു റിറ്റെയിൻ ആൻഡ് അഡോപ്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ടു മിറ്റിഗേറ്റ് ദ റിസ്ക് ഓഫ് അറ്റാക്ക് ആൻഡ് ഡാറ്റ ലോസ്. ഓക്കെ. ഇവിടെ മെയിനായിട്ട് അവർ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയതായിട്ട് വരുന്ന സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മിറ്റിഗേറ്റിംഗ് റിസ്ക്കും കാര്യങ്ങളും ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റ ലോസ് പ്രിവെന്റ് ചെയ്യുക. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കുക. ടെസ്റ്റിംഗ് ആൻഡ് സ്ക്രീനിങ് സെക്യൂരിറ്റി മെഷേഴ്സ് ഓഫ് അക്രോസ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമായിട്ട് അത് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൽ ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യും, അവർ വാലിഡേറ്റ് ചെയ്യും. ഓക്കെ. അതുകൂടാതെ മോണിറ്ററിംഗ് നെറ്റ്വർക്ക്സ് ആൻഡ് റിപ്പോർട്ട്സ് ടു അപ്ഡേറ്റ് സിസ്റ്റംസ് ആൻഡ് മിറ്റിഗേറ്റ് വൾണറബിലിറ്റീസ്. ഇവരെന്ത് ചെയ്യും, ഈ നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യും. അതുകൂടാതെ എന്ത് ചെയ്യും, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ സിസ്റ്റംസും കാര്യങ്ങളും എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. എന്തിനെതിരായിട്ട്, ഇപ്പോൾ പലതരത്തിലുള്ള വൾണറബിലിറ്റീസും കാര്യങ്ങളും ആ റിപ്പോർട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യും, അത് ആവശ്യമായിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഇവർ വർക്ക് ചെയ്യുക. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പിന്നൊരു വരുന്നൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ആൻഡ് ഇംപ്ലിമെന്റ് സിസ്റ്റംസ് നീഡ് ഫോർ ഒപ്റ്റിമൽ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും സിസ്റ്റത്തിൽ. ഓക്കെ. ഇനി ഇവരുടെ ഒരു ലേണിംഗ് പാത്ത് എന്ന് പറഞ്ഞാൽ താഴായിട്ട് കൊടുത്തിട്ടുണ്ട് സോക്ക് L1, പിന്നെ അതുപോലെ ജൂനിയർ പെനട്രേഷൻ ടെസ്റ്റർ, ഒഫൻസീവ് പെൻ ടെസ്റ്റിംഗ്. ഈ വക കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്, സെക്യൂരിറ്റി എഞ്ചിനീയർ വരുന്നത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിസൈൻ, മോണിറ്റർ ആൻഡ് മെയിൻറ്റെയിൻ സെക്യൂരിറ്റി കൺട്രോൾസ്, നെറ്റ്വർക്ക്സ് ആൻഡ് സിസ്റ്റംസ് ടു ഹെൽപ്പ് പ്രിവെന്റ് സൈബർ അറ്റാക്സ്. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെക്യൂരിറ്റി എഞ്ചിനീയറിനെ പറ്റിയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇൻസിഡന്റ് റെസ്പോൺസർ എന്ന് പറഞ്ഞാൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജോബ് റോൾസ് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റോൾസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടി വരിക. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ റോളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ പറ്റിക്കോണമെന്നില്ല. പക്ഷേ സിമിലർ ആയിട്ട് വരുന്ന കുറച്ച് റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അവരെന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ചിലപ്പോൾ നാളെ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന നേരത്ത് അവരെന്താ ചെയ്യേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതായിട്ട് നമുക്ക് കോർപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി വരുന്നൊരു കാര്യമാണ് ഇൻസിഡന്റ് റെസ്പോണ്ടർ. ഓക്കെ. ആ ഒരു വേർഡിൽ തന്നെ അതിൻ്റെ ഒരു ആൻസർ ഉണ്ട്. ഐഡന്റിഫൈ ആൻഡ് മിറ്റിഗേറ്റ് അറ്റാക്സ് വൈൽസ് ആൻഡ് അറ്റാക്കേഴ്സ് ഓപ്പറേഷൻസ് ആർ സ്റ്റിൽ അൺഫോൾഡിങ്. ഓക്കെ. ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അറ്റാക്ക് നടക്കുന്ന നേരത്തെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അറ്റാക്കാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഡിഫെൻഡും കാര്യങ്ങളും ചെയ്യാനില്ല. അവിടെയാണ് എന്ത് ചെയ്യുക, ഇൻസിഡന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാന്നുള്ള ഇൻസിഡന്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആ അറ്റാക്ക് നടക്കുന്ന നേരത്ത് അതിനാവശ്യമായിട്ടുള്ള അറ്റാക്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇൻസിഡന്റ് റെസ്പോണ്ടറിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റെസ്പോണ്ട് ടു പ്രൊഡക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി സെക്യൂരിറ്റി ബ്രീച്ചസ്. ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഒരു കമ്പനിയിൽ ഓൺ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസിഡന്റ് റെസ്പോണ്ടർ വന്നിട്ട് അതെന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള എങ്ങനെ അതിൽ നിന്നും പുറത്ത് കിടക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അറ്റാക്കിനെ എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരായിരിക്കും, ഇൻസിഡന്റ് റെസ്പോണ്ടർ ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡിംഗ് ക്രിയേറ്റിംഗ് പ്ലാൻസ്, പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് ഫോർ ഓർഗനൈസേഷൻ ടു ഇനാക്ട് ഡ്യൂറിങ് ആൻഡ് ഫോളോവിങ് ഇൻസിഡൻസ്. ഓക്കെ. ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ആൻഡ് ഫോളോവിങ് ഇൻസിഡൻസ്, അത് അറ്റാക്ക് നടക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ അതായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അറ്റാക്കും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും, ആ ഒരു അറ്റാക്ക് തടയാനുള്ള പ്ലാൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അതുപോലെ വരുന്നതാണ് ഓക്കെ, പ്ലാൻസ്, പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ഇൻസിഡന്റ് റെസ്പോണ്ടറിന്റെ ഒരു ഇൻസിഡന്റ് റെസ്പോൺസിന്റെ ഒരു എന്ത് ചെയ്യുക, ഇൻസിഡന്റ് റെസ്പോണ്ടറിന്റെ ഒരു എന്താ പറയുക റോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓഫൻ ഹൈലി പ്രിസൈഡ് പൊസിഷൻ വിത്ത്
അസസ്മെന്റ്സ് ആൻഡ് റെസ്പോൺസസ് റിക്വയർഡ് ഇൻ റിയൽ ടൈം. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ആ വേർഡിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ റിയൽ ടൈം ആയിട്ട് എന്ത് ചെയ്യും, ഒരു അറ്റാക്കോ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അസസ്മെൻറ്റും കാര്യങ്ങളും നടത്തിയിട്ട് പെട്ടെന്നുള്ള റെസ്പോൺസും കാര്യങ്ങളും ചെയ്യും. ആ അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടാകും. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ അടുത്ത് നിലവിലുള്ള അറ്റാക്സും കാര്യങ്ങളും എന്തൊക്കെയാണ്, ഇപ്പോൾ നടക്കുന്ന അറ്റാക്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള റെമഡീസ് അല്ലാന്നുണ്ടെങ്കിൽ മിറ്റിഗേഷൻ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിലവിൽ വേറൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഒരു കമ്പനിയിൽ ഇപ്പോൾ ABC കോർപ്പ് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടേത്, കോഡക്സ് എന്ന് പറഞ്ഞത് വേറൊരു കമ്പനി. ഇപ്പോൾ കോഡക്സ് കമ്പനിയിൽ എന്ത് ചെയ്തു, അറ്റാക്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള മിറ്റിഗേഷൻ അവർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അവർ നല്ലൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള മിറ്റിഗേഷൻ പ്ലാൻസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻസും കാര്യങ്ങളും എന്ത് ചെയ്യും, ഇതുപോലെ നോക്കിയിട്ട് റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. പുതിയൊരു അറ്റാക്ക് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റാക്കിനെ പറ്റി നമ്മൾ അവെയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള മിറ്റിഗേഷൻ പ്ലാൻസും കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിയിൽ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് കൊണ്ടുവരണം. അതൊക്കെയാണ് ഇവിടെ നടത്തുക. അവർ ഇൻസിഡന്റ് റെസ്പോണ്ടർ എന്നാണ്. ഇൻസിഡന്റ് റെസ്പോൺസ് മെട്രിക്സ് ഇൻക്ലൂഡ് MTTD, MTTA ആൻഡ് MTTR. ഇതിൽ മിറ്റർ അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, അതിനകത്തേക്ക് ഞാൻ കടക്കുന്നില്ല. മീൻ ടൈം ഡിറ്റക്ട്, അക്നോളജ് ആൻഡ് റിക്കവർ ഫ്രം അറ്റാക്സ്. ഇവിടെ മെയിൻ മിറ്റർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവരെന്ത് ചെയ്യും, ഇതുപോലുള്ള ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു അറ്റാക്കോ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ അക്നോളജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, അതിനെ ആദ്യം ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ അക്നോളജ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആൻഡ് റിക്കവർ ഫ്രം അറ്റാക്സ്. ആ ഒരു നമ്മൾ എന്ത് ചെയ്യണം, ഒരു അറ്റാക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് എന്താണെന്നുള്ള കാര്യം ശരിക്കും അറിയണം. അതെങ്ങനെ വന്ന വഴി എവിടെ നിന്നാണ്, അതുപോലെ ഏതൊക്കെ രീതിയിലാണ് വന്നേക്കുന്നത്, അതിൻ്റെ മലീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രിപ്റ്റോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ദ എയിം ഈസ് ടു അച്ചീവ് എ സ്വിഫ്റ്റ് ആൻഡ് എഫക്റ്റീവ് റെസ്പോൺസ്. ഇവരെന്ത് ചെയ്യും, ഇവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്, ഒരു അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും നടത്തുക. അതുപോലെ തന്നെ റിട്ടേൺ ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്സ് ആൻഡ് അവോയ്ഡ് നെഗറ്റീവ് ബ്രീച്ച് ഇംപ്ലിക്കേഷൻസ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻഡിങ്, ഇപ്പോൾ ഫിനാൻഷ്യൽ ലോസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നോക്കുന്ന നേരത്തെ എന്ത് ചെയ്യും, അവരുടെ ഒരു സർവീസസോ കാര്യങ്ങളോ നിലച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, അവരെ അഫക്റ്റ് ചെയ്യും. നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യും, ഫിനാൻഷ്യലി അത് അഫക്റ്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം 5 മിനിറ്റ് നിന്ന് പോയതിന് 10,000 കോടി അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യും, നഷ്ടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതുപോലെയാണ്. സോ അതൊക്കെ എന്ത് ചെയ്യും, അവോയ്ഡ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ബ്രീച്ചും കാര്യങ്ങളും എന്ത് ചെയ്യും, വരാതെ അവരെ എന്ത് ചെയ്യും, തടഞ്ഞു നിർത്തും. അവരെന്ത് ചെയ്യും, ഇതുപോലെ അറ്റാക്കും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെസ്പോൺസിൽ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, അത് പ്രൊട്ടക്ട് ചെയ്യുക ആ ഒരു ഓർഗനൈസേഷനിൽ. ഓക്കെ, അൾട്ടിമേറ്റ്ലി ദ ഇൻസിഡന്റ് റെസ്പോൺസർ പ്രൊട്ടക്ട് ദ കമ്പനീസ് ഡാറ്റ. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഇവർ കമ്പനീൻ്റെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്ട് ചെയ്യും, ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്സ് ഫ്രം സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്കിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്സ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്സ് എന്ന് പറഞ്ഞാൽ നല്ല നെറ്റ് വർത്തൊക്കെ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇൻസിഡന്റ് റെസ്പോണ്ടറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഇനി പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് റെസ്പോൺസിബിലിറ്റീസ്. ഡെവലപ്പിംഗ് ആൻഡ് അഡോപ്റ്റിംഗ് ആൻഡ് തെറോ ആക്ഷനബിൾ ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ അഡോപ്റ്റീവ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും മറ്റുള്ള ഓർഗനൈസേഷൻ എന്താണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അത് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്യും, ഇൻസിഡന്റ് റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ, ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ ഇവരെന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യല്ല, അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് സ്ട്രോങ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻസിഡന്റ് റെസ്പോൺസ് മെഷേഴ്സ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇതുപോലുള്ള സപ്പോർട്ടിങ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കോ കാര്യങ്ങളോ നടക്കുകയാണ്, അവർ എന്തെങ്കിലും തരത്തിലുള്ള എന്ത് ചെയ്തിട്ടുണ്ടാവും, റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇതിനെ ഇങ്ങനെ ഇത് ചെയ്യാന്നുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അതിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യും സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻസിഡന്റ് റെസ്പോൺസ് മെഷേഴ്സ്. ഓക്കെ, ഒരു ഇൻസിഡന്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് റെസ്പോൺസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെഷേഴ്സും കാര്യങ്ങളും ഇവർ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ദെൻ പോസ്റ്റ് ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ്. അതാണ് പോസ്റ്റ് ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ കഴിഞ്ഞ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്, അതിന് റിപ്പോർട്ടിംഗ് കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, അത് വായിക്കുക. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ അറ്റാക്സ്, അത് വായിച്ചിട്ട് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു അറ്റാക്ക് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവർ പ്രിപ്പയർ ചെയ്യും. നമ്മൾ ആ ഒരു സെക്യൂരിറ്റി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്, അല്ലാതെ സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളും നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യുക. കൺസിഡറിങ് ലേണിംഗ് ആൻഡ് അഡോപ്റ്റേഷൻ ടു ടേക്ക് ഫ്രം ഇൻസിഡൻസ്. ഓക്കെ, ആ ഒരു ഇപ്പോൾ വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും,
ഇതുപോലെ കഴിഞ്ഞു പോയിട്ടുള്ള അറ്റാക്സും കാര്യങ്ങളും നോക്കിയിട്ട് അതിനെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതെന്ത് ചെയ്യും നമ്മുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യും. സോ ഇതിന്റെ ലേണിംഗ് പാത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോക്ക് L1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്. സെക്യൂരിറ്റിയിൽ വരുന്ന സൈബർ സെക്യൂരിറ്റി വരുന്ന ഇൻസിഡന്റ് റെസ്പോണ്ടർ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു അറ്റാക്കോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് തടഞ്ഞു നിർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ നോക്കും. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഒരു അറ്റാക്ക് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെ നോക്കുന്ന ആളെന്ന് പറയുന്നത് ആരായിരിക്കും, അതായത് ഒരു പെട്ടെന്നുള്ളൊരു ആക്ഷൻ എടുക്കുന്ന ആരായിരിക്കും, ഇൻസിഡന്റ് റെസ്പോണ്ടർ ആയിരിക്കും. ഓക്കെ, ദെൻ ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനർ. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഫോറൻസിക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഒരു കളവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബന്ധപ്പെട്ടിട്ട് ഡിജിറ്റൽ ഫോറൻസിക് നടക്കും. ഡിജിറ്റൽ ഫോറൻസിക് അല്ല, ഫോറൻസിക്സും കാര്യങ്ങളും എന്ത് വന്നിട്ട് ഇതുപോലെ DNA കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പിൾസോ കാര്യങ്ങളുണ്ടോ അത് ചെക്ക് ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള ഫോറൻസിക്കും കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും, സയന്റിഫിക്കലി എന്ത് ചെയ്യും തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും അവർ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതിനെന്ത് ചെയ്യും മാക്സിമം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനർ, ഫോറൻസിക് അല്ല ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനർ. ഓക്കെ, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ റെസ്പോൺസിബിൾ ഫോർ യൂസിങ് ഡിജിറ്റൽ ഫോറൻസിക് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻസിഡൻസ് ആൻഡ് ക്രൈംസ്. ഒരു ഇൻസിഡന്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രൈമോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ ഫോറൻസിക് അതിനായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഡിജിറ്റലി വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നോക്കിയിട്ട് അത് ഇവർക്ക് കൈമാറാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇഫ് യു ലൈക്ക് ടു പ്ലേ ഡിറ്റക്റ്റീവ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് വരുന്നാൽ ഡിഫൻസീവ് സൈഡിൽ വരുന്നൊരു ജോബ് റോളാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഡിറ്റക്റ്റീവ് ആ ഒരു മൈൻഡിലാണ് നിങ്ങൾ സൈബർ സെക്യൂരിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്തിട്ട് എന്താ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ടു പ്ലേ ഡിറ്റക്റ്റീവ് ദിസ് മൈറ്റ് ബി ദ പെർഫെക്റ്റ് ജോബ്. നമുക്ക് പറ്റുന്ന ഒരു ജോബ് എന്ന് പറഞ്ഞതായിരിക്കും. നമുക്ക് ഇപ്പോൾ ഷെർലക് ഹോംസ് അതുപോലെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ രീതിയിൽ നിങ്ങൾക്ക് ഡിജിറ്റലി ഒരു ഫോറൻസിക് ആ രീതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ജോബ് റോളാണ് എന്ത് ഈ ഒരു ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് യു ആർ വർക്കിംഗ് ആസ് എ പാർട്ട് ഓഫ് ലോ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് യു വുഡ് ബി ഫോക്കസ്ഡ് ഓൺ കളക്ടിങ് ആൻഡ് അനലൈസിങ് എവിഡൻസ് ടു ഹെൽപ്പ് സോൾവ് ക്രൈംസ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഡിജിറ്റൽ ലോ ഇപ്പോൾ നമുക്ക് സാധാ പോലെ ലോ ഉള്ള പോലെ തന്നെ ഡിജിറ്റൽ ലോസ് വരുന്നുണ്ട്. ഡിജിറ്റൽ ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അതേപോലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്താ പറ്റില്ല, ആക്സസോ കാര്യങ്ങളോ എടുക്കാൻ പാടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ലോസും കാര്യങ്ങളും എന്താ ഡിജിറ്റലി വരുന്ന ലോസും കാര്യങ്ങളും ഉണ്ട്. ഡിജിറ്റലായിട്ട് നമ്മൾ ഒരു സർവീസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് പറ്റിയിട്ടുള്ള ഡിജിറ്റൽ ക്രൈമുകളെ തടയാനും പറ്റിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സൈബർ അറ്റാക്സിനകത്തൊക്കെ തടയാൻ പറ്റിയിട്ട് വരുന്ന അത് അങ്ങനെ വന്നാലേ വരുന്ന കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ഡിജിറ്റൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് വർക്ക് ചെയ്യുക, എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഒരു ക്രൈം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ആ ഒരു കാര്യങ്ങൾ കൈമാറും. ഓക്കെ, സോ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ ഫോറൻസിക്കിന് വരുന്നത്. ഓക്കെ, ചാർജിങ് ദ ഗിൽറ്റി ആൻഡ് എക്സിനേറ്റിംഗ് ദ ഇന്നസെന്റ്. ഓക്കെ, ഇപ്പോൾ അവിടെ ആരെങ്കിലും ഇപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ അറ്റാക്കോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്നസെൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെ അകപ്പെടാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ എന്തായിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇവർക്ക് കൈമാറും, അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈമാറും. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് യു വർക്ക് ഫാൾസ് അണ്ടർ ഡിഫെൻഡിങ് എ കമ്പനീസ് നെറ്റ്വർക്ക് യു വിൽ ബി യൂസിങ് യുവർ ഫോറൻസിക് സ്കിൽ ടു അനലൈസ് ഇൻസിഡൻസ് സച്ച് ആസ് പോളിസി വയലേഷൻസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫൻസീവ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക്കും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഡിജിറ്റൽ ഫോറൻസിക് സ്കിൽസ് എന്ത് ചെയ്യാം അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പോളിസി വയലേഷൻസും കാര്യങ്ങളും എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ നടന്നു, അത് എവിടെ നിന്നൊക്കെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് നടന്നു, ആ അറ്റാക്കിൻ്റെ IP എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, ആ IP വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അയാൾ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു ഫയലോ കാര്യങ്ങളോ അയാൾ ഡൗൺലോഡ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയലിന് എന്തുണ്ടാവും ഇതുപോലെ ഹാഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫയൽ ഹാഷസ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ അത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വേറൊരു കേസിൽ ഒരു പ്രതിനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഇതുപോലെ ആ ഒരു സെയിം ലെവലിലുള്ള എന്തുണ്ട് ഒരു
ഇതുപോലുള്ള ഐഡീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഓരോ ഫയൽസിന് എന്ത് ചെയ്യാം ഹാഷസും കാര്യങ്ങളുണ്ട്. ആ സെയിം ഹാഷസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കേസിൻ്റെ കൂടുതൽ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് പറ്റും, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ വരുന്ന അറ്റാക്കും കാര്യങ്ങളും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ഡിജിറ്റൽ സ്കിൽസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻസിഡൻറ്റിന് എങ്ങനെ വന്നു, എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ റിപ്പോർട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അത്രത്തോളമാണ് ഡിജിറ്റൽ ഫോറൻസിക്കിനെ പറ്റി പറയുന്നത്. ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളക്ട് ഡിജിറ്റൽ എവിഡൻസ് വൈൽ ഒബ്സർവിങ് ലീഗൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇവരെന്ത് ചെയ്യും, ഇതുപോലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കളക്ട് ചെയ്യും. അതുപോലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ചെയ്തു കൊടുക്കും. വൈൽ ഒബ്സർവിങ് ലീഗൽ പ്രൊസീജിയേഴ്സ്, അവിടെ ലീഗൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നടക്കുന്ന എന്ത് ചെയ്യും, നേരത്തെ ഇവിടെ എന്ത് ചെയ്യും, ഇതുപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും എന്ത് ചെയ്യും കളക്ട് ചെയ്യും. അനലൈസ് ഡിജിറ്റൽ എവിഡൻസ് ടു ഫൈൻഡ് ആൻസേഴ്സ് റിലേറ്റഡ് ടു ദ കേസ്. ഓക്കെ, ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു തെളിയാതെ കിടക്കുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിന് ആവശ്യമായിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യും, നമ്മളിതുപോലെ ഡിജിറ്റലി നടന്നിട്ടുള്ള ഒരു ക്രൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ടാവും അവരുടെ ഇപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു മൂവിൻ്റെ എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടേക്കുന്ന ഇതുപോലുള്ള മൂവീസിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഡിജിറ്റൽ ഫോറൻസിക് ആയിക്കോട്ടെ ഈ വക കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ മൂവിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും എടുത്ത് പറയുന്നത്. ഇത് ജസ്റ്റ് കുറച്ച് ബോറായിട്ടുള്ള പാർട്ടാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്കിലേക്ക് നമുക്ക് പോവാം. നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അറ്റാക്ക് സൈഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോവാം. സോ ഓക്കെ, എന്തിനാ നമ്മൾ ഈ നെറ്റ്വർക്കും കാര്യങ്ങളും പഠിക്കുന്നതെന്ന് വെച്ചാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള അറ്റാക്കും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തിയറി പാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബോറായിരിക്കും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ ChatGPT വെച്ചിട്ടായിരിക്കും കുറച്ചും കൂടി പഠിക്കുക. അത് കുറച്ചും കൂടെ നമുക്ക് നല്ല എക്സാമ്പിൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്കിലേക്ക് കടക്കും, ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നാണ് ഡോക്യുമെന്റ് യുവർ ഫൈൻഡിങ് ആൻഡ് റിപ്പോർട്ട്സ് ഓൺ ദ കേസ്. ഇവരെന്ത് ചെയ്യും, ഇതുപോലെ നമ്മുടെ ഫൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ആക്കിയിട്ട് ആ കേസിൽ കൊടുക്കും. ഓക്കെ, സോ ഇത്രത്തോളമാണ് എന്ത് വരുന്നത് ഡിജിറ്റൽ ഫോറൻസിക്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്, ഡിജിറ്റൽ ഫോറൻസിക് എക്സാമിനറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓരോരുത്തരെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ, കുറച്ച് ബോറാണെന്ന് അറിയാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം കഴിയുന്നവരെ ഇനി നമുക്ക് ChatGPT വെച്ചിട്ട് പഠിക്കുന്നതാണ്. അത് കുറച്ച് രസകരമായിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ വരുന്ന എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇനി കുറച്ച് 2-3 കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്കിലേക്ക് കടക്കാം. ഇനി എന്ത് ചെയ്യാം, അടുത്ത് വരുന്നതാണ് മാൽവെയർ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാൽവെയർ അനലിസ്റ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അനലൈസ് ഓൾ ടൈപ്സ് ഓഫ് മാൽവെയർ ടു ലേൺ മോർ അബൌട്ട് ഹൗ ദേ വർക്ക് ആൻഡ് വാട്ട് ദേ ഡു. ഓക്കെ, മാൽവെയറിൽ വരുന്ന കാര്യങ്ങളാണ്, മാൽവെയറിനകത്ത് വരുന്ന ടൈപ്സ് ആണ് എന്ത്, വൈറസ്, അതുപോലെ തന്നെ ട്രോജാൻ, അതുപോലെ തന്നെ വരുന്ന കുറച്ച് ടൈപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ടോട്ടലി നമ്മൾ എന്ത് പറയും, മാൽവെയർ എന്ന് വിളിക്കും. ഓക്കെ, ഈ വൈറസും കാര്യങ്ങളൊക്കെ ട്രോജൻ ആയിക്കോട്ടെ, പിന്നെ സ്പൈവെയർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ ഈ മാൽവെയറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ മാൽവെയർ ആണ് മെയിനായിട്ട്, മാൽവെയറിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ വൈറസ് ആയിക്കോട്ടെ, സ്പൈവെയർ ആയിക്കോട്ടെ, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ മാൽവെയർ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയാൾ എന്താ ചെയ്യുക, അതുപോലെ ടൈപ്സ് ഓഫ് മാൽവേഴ്സ്, അതാണ് ടൈപ്സ് ഓഫ് മാൽവേഴ്സിനെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ടൈപ്സ് ഓഫ് മാൽവേഴ്സിനെ പറ്റി പഠിക്കുക, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ആര്, മാൽവെയർ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മാൽവെയർ വെച്ചിട്ട് പല അറ്റാക്കും നടക്കുന്നത് മാൽവെയർ അതുപോലുള്ള ഓട്ടോമേഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, പല രീതിയിൽ അറ്റാക്സ് ഓരോ ഓർഗനൈസേഷനിൽ നടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ആ മാൽവെയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാൽവെയറിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാൽവെയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവരായിരിക്കും മാൽവെയർ അനലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, എ മാൽവെയർ അനാലിസിസ് വർക്ക് ഇൻവോൾവിംഗ് അനലൈസിങ് സസ്പീഷ്യസ് പ്രോഗ്രാംസ്. എന്തെങ്കിലും തരത്തിലുള്ള EXE, നമ്മളിപ്പോൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യലോ, EXE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ വരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുള്ള ചില മാൽവെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സസ്പീഷ്യസ് ആയിട്ട് വരുന്ന പ്രോഗ്രാംസിനെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇവർ ഈ മാൽവെയർ അനലിസ്റ്റ് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്കവറിങ് വാട്ട് ദേ ഡു ആൻഡ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് അബൌട്ട് ദെയർ ഫൈൻഡിങ്സ്. ഇവരെന്താ വെച്ചാൽ ആദ്യം ആ ഒരു മാൽവെയറിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്തൊക്കെ ആ ഒരു മാൽവെയറിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അതുപോലെ പലതരത്തിലുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും ഓരോ മാൽവേഴ്സിനും. അപ്പോൾ അതെന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഇവർ മുകളിലേക്ക് കൊടുക്കും. ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അന്വേഷണ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെയാണ് മാൽവെയർ അനലിസ്റ്റിൻ്റെ ഒരു ജോബ് റോൾ എന്ന് പറയുന്നത്. എ മാൽവെയർ അനലിസ്റ്റ് ഈസ് സംടൈംസ് കോൾഡ് ആസ് റിവേഴ്സ് എഞ്ചിനീയർ. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കോഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു
നമ്മളെ ഒരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഒരു മാൽവെയർ ആയിക്കോട്ടെ, ഇതൊക്കെ ഏതിലായിരിക്കും? ഒരു കോഡ് വെച്ചിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ആ കോഡും കാര്യങ്ങളും നമ്മളെന്താ പോളിഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അതിലെന്തൊക്കെ കാര്യങ്ങൾ കോറായിട്ടുള്ള ടാസ്കും കാര്യങ്ങളും എന്തൊക്കെ എങ്കിൽ മാത്രമേ ആ ഒരു നമ്മൾ അതിനകത്തേക്ക് പോയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു മാൽവെയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ എന്താണ് ആ ഒരു മാൽവെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇവരെന്ത് ചെയ്യും, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മാൽവെയറോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ പോയിട്ട് അതിന്റെ കോഡും കാര്യങ്ങളും അതെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കോഡൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. സോ ഇവരെന്ത് ചെയ്യും, ഇതുപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് അതിന്റെ കോർ ടാസ്കും കാര്യങ്ങളൊക്കെ നോക്കി റിസോൾവ് അറൌണ്ട് കൺവേർട്ടിംഗ് കമ്പൈൽഡ് പ്രോഗ്രാംസ് ഫ്രം മെഷീൻ ലാംഗ്വേജ് ടു റീഡബിൾ കോഡ്. ഓക്കെ. നമ്മൾ അത് എന്ത് ചെയ്യും, ആദ്യം ഇതുപോലെ അവർ പൊളിച്ച് അകത്തേക്ക് കടന്നിട്ട് ആ ഒരു ഒരു മാൽവെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ മാൽവെയറിനകത്തേക്ക് പോയിട്ട് അതെന്ത് ചെയ്യും, കമ്പൈൽ ചെയ്തിട്ട് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റി അതിലെന്തൊക്കെ കാര്യങ്ങൾ ലോ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പറയും, നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിനാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പറയാം. സോ ആ ഒരു ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യും, ആ ഒരു മാൽവെയറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയും. ദിസ് വർക്ക് റിക്വയർ ദ മാൽവെയർ അനലിസ്റ്റ് ടു ഹാവ് എ സ്ട്രോങ് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, ഒരു മാൽവെയർ അനലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ട് വേണം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചില ഒരു മിത്ത് കേട്ടിട്ടുണ്ടാവും. ഒരു മിത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സൈബർ സെക്യൂരിറ്റി നെറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നെറ്റ്വർക്കിങ്ങിന്? ഹലോ. ഇല്ല. ഓക്കെ. സോ എന്താണ് മാൽവെയറിനെ പറ്റിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മിത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സൈബർ സെക്യൂരിറ്റി നമ്മൾ ചെയ്യണമെന്നുണ്ട്, സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ കരിയർ തുടങ്ങണമെന്നുണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതേപോലെ പ്രോഗ്രാമിംഗ് അറിയണം എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ല. അതിന് ചില റോൾസിന് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് അത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ മസ്റ്റായിട്ട് അറിയണം എന്നൊരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് എന്ത് കോഡ് കിട്ടിയാലും അത് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ കോഡ് എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും. സോ കോഡിങ് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാനോ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ വേറെ ഇപ്പം അതിൽ അത്രത്തോളം അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അറിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. സോ അതെന്ത് ചെയ്യാം, നമ്മൾ പയ്യെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്ത് അത് പഠിച്ചാൽ മാത്രം മതി. നമുക്ക് പലതരത്തിലുള്ള എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രിപ്റ്റും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇവിടെ എന്താണ്, മാൽവെയർ അനലിസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം, എസ്പെഷ്യലി ഇൻ ലോ ലെവൽ ലാംഗ്വേജ് സച്ച് ആസ് അസംബ്ലി ലാംഗ്വേജ് ആൻഡ് സി ലാംഗ്വേജ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് പറഞ്ഞാൽ നമുക്ക് അതേ മനസ്സിലാവുന്ന കുറച്ച് ടൈപ്പിൽ വരുന്ന ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് എന്ത്, സി ലാംഗ്വേജ് ആയിക്കോട്ടെ, അതുപോലെ കുറച്ച് അസംബ്ലി ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇതൊക്കെ വരുന്നത് ലോ ലെവൽ ലാംഗ്വേജിലാണ്. സോ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാൽവെയർ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് റോളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ലേൺ അബൌട്ട് ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് എ മലീഷ്യസ് പ്രോഗ്രാം ക്യാരീസ് ഔട്ട്. ഓക്കെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇയാളുടെ റോൾ എന്ന് പറഞ്ഞാൽ എന്താ, മലീഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളും നോക്കിയിട്ട് അതിനെ പറ്റിയിട്ട് പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് കൊണ്ടുവരിക. ഫൈൻഡ് ഔട്ട് ഹൗ ഡിറ്റക്ട് ആൻഡ് റിപ്പോർട്ട്. അപ്പോൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ഹൗ ടു ഡിറ്റക്ട് ഇറ്റ് ആൻഡ് റിപ്പോർട്ട് ഇറ്റ്. ഓക്കെ. അതിനെങ്ങനെ കണ്ടുപിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരായിരിക്കും, നമ്മുടെ മാൽവെയർ അനലിസ്റ്റ് ആയിരിക്കും. ഇനി ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, carry out static analysis of malicious programs which entail reverse engineer. ഇവിടെ സ്റ്റാറ്റിക് അനാലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെന്ത് ചെയ്യും, ഇതുപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടക്കിയിട്ട് ആ പ്രോഗ്രാമിംഗ് ഓരോ കോഡും കാര്യങ്ങളും നോക്കിയിട്ട് അതെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന എന്തിലായിരിക്കും, ഇതുപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലായിരിക്കും. പിന്നെ അതാണ് സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടക്ട് ഡൈനാമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓഫ് മാൽവെയർ സാമ്പിൾസ് ബൈ ഒബ്സർവിംഗ് ദർ ആക്ടിവിറ്റീസ് ഇൻ എ കൺട്രോൾ എൻവയോൺമെന്റ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇതുപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു, ഇപ്പോൾ പറയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിർച്വലൈസേഷൻ ഒക്കെ നടത്തിയിട്ട് നമ്മളൊരു സാൻഡ് ബോക്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ മാൽവെയർ വർക്ക് ചെയ്ത് നോക്കും. ഓക്കെ. ആ മാൽവെയർ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അതെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലെന്തൊക്കെ റെസ്പോൺസും കാര്യങ്ങളും വരുന്നുണ്ട് എന്ന് എന്ത് ചെയ്യും, ഇതുപോലെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഇതിൽ ചെക്ക് ചെയ്യും. അതിനാണ് ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓൾ ഫൈൻഡിങ്സ്. നമ്മൾ ഇതിൽ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സും കാര്യങ്ങളും എന്ത് ചെയ്യും, ഡോക്യുമെന്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് മാൽവെയർ അനാലിസിസിനെ പറ്റി പറയാനുള്ളത്, മാൽവെയർ അനലിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ. ഇതൊക്കെ വരുന്നത് ഏകദേശം ഡിഫൻസീവ് സൈഡിൽ വരുന്ന ജോബ് റോൾസ് ആണ്. ഓക്കെ. ഇനി
വരുന്നൊരു റോളാണ്, ഒഫൻസീവ് സൈഡിൽ വരുന്നൊരു റോളാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് റോളാണ് പെനട്രേഷൻ ടെസ്റ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, പെനട്രേഷൻ ടെസ്റ്റർ എന്താ ചെയ്യുന്നത് നോക്കാം. റെസ്പോൺസിബിൾ ഫോർ ടെസ്റ്റിംഗ് ടെക്നോളജി പ്രൊഡക്ട്സ് ഫോർ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പുതിയതായിട്ടൊരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യും. ആ ടെക്നോളജിനെ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് അല്ലാന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആയിട്ടുള്ള പോർട്ടും കാര്യങ്ങളും വീക്ക്നെസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ നോക്കും, വീക്ക്നെസ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ട് ഉണ്ടോ നോക്കും. എന്നിട്ട് അതിനെന്താ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പെനട്രേഷൻ ടെസ്റ്ററിൻ്റെ ഒരു ജോബ് റോൾ എന്ന് പറയുന്നത്. യു മേ സി പെനട്രേഷൻ ടെസ്റ്റിംഗ് ഈസ് റെഫേർഡ് ആസ് എ പെൻ ടെസ്റ്റിംഗ് ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. ഓക്കെ, നമ്മൾ പെനട്രേഷൻ ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിങ്ങും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ വരുന്നത് എന്താണ്, പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണ്, എത്തിക്കൽ ഹാക്കിങ്ങിൽ വരുന്നൊരു സംഭവം. എല്ലതും എത്തിക്കൽ ഹാക്കിങ്ങിൽ വരുന്നതന്നെ. പക്ഷേ പല കോഴ്സുകളും നമ്മൾ കൊടുക്കുന്ന നേരത്തെ എന്ത് ചെയ്യും, പെനട്രേഷൻ ടെസ്റ്റിംഗ് ആയിരിക്കും. ഒരു ഒഫൻസീവ് സൈഡ് ആയിരിക്കും നമ്മൾ പല നേരത്തെ എന്ത് ചെയ്യുക, എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സും കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ പല ആൾക്കാരും പഠിപ്പിക്കുന്നത് എന്തായിരിക്കും, ഇതുപോലെ പെനട്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഇതായിരിക്കും. അവിടെ എന്താ ഇതുപോലെ ഓരോ ഒരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പെനട്രേഷൻ ടെസ്റ്റേഴ്സ് ജോബ് റോൾ ഈസ് ടു ടെസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദ സിസ്റ്റംസ് ആൻഡ് സോഫ്റ്റ്വെയർ വിത്തിൻ എ കമ്പനി. ഒരു കമ്പനിയിലുള്ള സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ സിസ്റ്റംസ് ആയിക്കോട്ടെ ഇതിനൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിന് ഒരു ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ട് എന്ത് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ ലൂപ്പ് ഹോൾ ഉണ്ടോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ് പെനട്രേഷൻ ടെസ്റ്ററിൻ്റെ ഒരു ഇത്. ദിസ് ഈസ് അച്ചീവ്ഡ് ത്രൂ അറ്റംപ്റ്റ്സ് ടു അൺകവർ ഫ്ലോസ് ആൻഡ് വൾനറബിലിറ്റീസ് ത്രൂ സിസ്റ്റമൈസ്ഡ് ഹാക്കിംഗ്. ഓക്കെ, ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഹാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു പെനട്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവരെന്ത് ചെയ്യും, ഇതുപോലെ ഇവർക്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇവർക്ക് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ പെർമിഷനോടെ അതായത് ഇവർക്ക് ആക്സസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുക, ഇതുപോലെ ഈ ഒരു ഹാക്കും കാര്യങ്ങളും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോളുണ്ടോ, വീക്കായിട്ടുള്ള പോർഷനും കാര്യങ്ങളുണ്ടോ, പാർട്ട് വരുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. പെനട്രേഷൻ ടെസ്റ്റേഴ്സ് എക്സ്പ്ലോയിറ്റ് these vulnerabilities to evaluate the risk in each instance. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ എക്സ്പ്ലോയിറ്റും കാര്യങ്ങളും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, എക്സ്പ്ലോയിറ്റ് അല്ല, വൾണറബിലിറ്റീസും കാര്യങ്ങളും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് കമ്പനിക്ക് കൊടുക്കും. ഓക്കെ, ദ കമ്പനി ക്യാൻ ടേക്ക് ദീസ് ഇൻസൈറ്റ്സ് ടു റെക്ടിഫൈ ഇഷ്യൂസ് ടു പ്രിവെന്റ് എ റിയൽ വേൾഡ് സൈബർ അറ്റാക്ക്. ഇത് വെച്ചിട്ട് എന്താ പറ്റും, റിയൽ വേൾഡ് വരുന്ന സൈബർ അറ്റാക്സും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് പറ്റും. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ കാര്യം നോക്കാം. ഓക്കെ, കണ്ടക്ടിങ് ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടർ സിസ്റ്റം നെറ്റ്വർക്ക്സ് ആൻഡ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റംസിലും അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും നെറ്റ്വർക്ക്സിലും പിന്നെ അതുപോലെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനൊക്കെ എന്ത് ചെയ്യും, ടെസ്റ്റും കാര്യങ്ങളും നടത്തും. ഓക്കെ, പെർഫോം സെക്യൂരിറ്റി അസസ്മെന്റ് ഓഡിറ്റ്സ് ആൻഡ് അനലൈസ് പോളിസീസ്. അതുപോലെ തന്നെ അസസ്മെന്റും കാര്യങ്ങളും നടത്തും. സെക്യൂരിറ്റി അസസ്മെന്റ് നടത്തും, ഓഡിറ്റ് നടത്തും. ഓഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പോളിസീസ്, ഇപ്പോൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട്, അതൊക്കെ അനലൈസ് ചെയ്യും. കറക്റ്റ് ആയിട്ടാണോ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവർ ചെക്ക് ചെയ്യും. ഇവാലുവേറ്റ് ആൻഡ് റിപ്പോർട്ട് ഇൻസൈറ്റ്സ് റെക്കമെൻഡിങ് അറ്റാക്സ് ഫോർ അറ്റാക്ക് പ്രിവെൻഷൻ, ആക്ഷൻസ് ഫോർ അറ്റാക്ക് പ്രിവെൻഷൻ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ റിപ്പോർട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കും. അത് എന്ത് ചെയ്യും, അതുപോലെ തന്നെ റെക്കമെൻഡേഷനും കൊടുക്കും. എന്തിന്, അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റെക്കമെൻഡേഷൻ ആയിട്ട് ഈ റിപ്പോർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ ഒരു ലേണിംഗ് പാത്താണ് ജൂനിയർ പെനട്രേഷൻ ടെസ്റ്റർ ഒഫൻസീവ് പെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോലെ റെഡ് ടീമിംഗ് ആണ്. റെഡ് ടീമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അവസാനത്തെ റോളാണ് പ്ലേ ദ റോൾ ഓഫ് ആൻ അഡ്വേഴ്സറി അറ്റാക്കിംഗ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ഫ്രം ആൻ എനിമീസ് പേഴ്സ്പെക്റ്റീവ്. കണ്ടോ, നമ്മൾ ആ വീഡിയോ കണ്ടല്ലോ, ഒരു എനിമീനെ പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, അകത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു എനിമിയുടെ പേഴ്സ്പെക്റ്റീവിൽ അവരെന്ത് ചെയ്യും, ആ ഒരു അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശത്രുക്കൾ എന്നൊക്കെ പറയാം. ഓക്കെ, അതുപോലെ ഇവർ എന്ത് ചെയ്യും, വർക്ക് ചെയ്തിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുക, ആ ഒരു ഓർഗനൈസേഷൻ അറ്റാക്ക് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക്, ഇന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെക്യൂരിറ്റി കുറച്ചും കൂടെ സ്ട്രോങ് ആക്കേണ്ടതെന്നുള്ള രീതിയിൽ ഫീഡ്ബാക്കും കാര്യങ്ങളും കൊടുക്കും. റെഡ് ടീമേഴ്സ് ഷെയർ സിമിലർ ടു പെനട്രേഷൻ ടെസ്റ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പെനട്രേഷൻ ടെസ്റ്ററിൻ്റെ ഒരു അഡ്വാൻസ് ഫോമിലാണ് എന്ത് റെഡ് ടീമിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, വിത്ത് മോർ ടാർഗറ്റ് ജോബ് റോൾ. ഓക്കെ, അതായത് ഇവരെന്തെങ്കിലും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ലെവലാണ് വരുന്നത്. ഓക്കെ, പെനട്രേഷൻ ടെസ്റ്റേഴ്സ് ലുക്ക് ടു അൺകവർ മെനി വൾനറബിലിറ്റീസ് അക്രോസ് സിസ്റ്റംസ് ടു കീപ് സൈബർ ഡിഫെൻഡ് ഇൻ ഗുഡ് സ്റ്റാൻഡിങ്. ഇവരെന്ത് ചെയ്യും, ഇതുപോലെ തന്നെ സൈബർ ഡിഫെൻസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിലുള്ള വൾനറബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം കവർ ചെയ്തിട്ട് എന്ത് ചെയ്യും, റെഡ് ടീമിംഗ് ആർ
ഇനാക്റ്റഡ് ടു ടെസ്റ്റ് കമ്പനീസ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് കാപ്പബിലിറ്റീസ്. ഈ ഒരു കമ്പനിക്ക് ഒരു ഓർഗനൈസേഷനിലുള്ള ഡിറ്റക്ഷനുള്ള അല്ലാതെ റെസ്പോൺസിബിലിറ്റിൻ്റെ കാപ്പബിലിറ്റീസ് എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവരുടെ ആ ഫീഡ്ബാക്കിൽ ആഡ് ചെയ്തിട്ട് ഇവർ കൊടുക്കും. ദിസ് ജോബ് റോൾസ് റിക്വയറിംഗ് ഇമിറ്റേറ്റിംഗ് സൈബർ ക്രിമിനൽസ് ആക്ഷൻസ്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ റിസ്കി ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, റിസ്കി ആയിട്ടുള്ള റോള് കൂടെയാണ്. നമ്മൾ ആ ഒരു ടീമിൽ ഒരാളുടെ വീഴ്ച മതിയാവും എന്ത് ചെയ്യുക ആ ഒരു മൊത്തം അറ്റാക്കും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാളി പോകാനായിട്ട്. സോ അതുകൊണ്ട് അത്രത്തോളം നല്ല റിസ്കി ആയിട്ടുള്ള ജോബ് റോൾ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം നല്ല രീതിയിലുള്ള സാലറിയും കിട്ടുന്ന ഒരു ജോബ് റോൾ തന്നെ എന്ത് റെഡ് ടീമിൽ നിന്ന് പറഞ്ഞാൽ. ഇതിൽ നമ്മൾ സൈബർ അറ്റാക്ക്സ് മാത്രമല്ല പഠിക്കുക, ഫിസിക്കൽ അറ്റാക്സും കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിപ്പോൾ അവിടെ ഒരു ഡോറിനൊരു ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ തരത്തിലുള്ള ലോക്സും കാര്യങ്ങളും ഫിംഗർ പ്രിൻ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള എന്ത് വരുന്നുണ്ട്, സെക്യൂരിറ്റി മെക്കാനിസംസ് വരുന്നുണ്ട്. അതൊക്കെ അതിലെന്തെങ്കിലും തരത്തിലുള്ള വളർബിലിറ്റീസ് ഉണ്ടോ എന്ന് വേറെ കാര്യങ്ങൾ എന്ത് ചെയ്യും ഇവർ ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇവരെന്താ ഇത് നേരത്തെ പറഞ്ഞ പോലെ സൈബർ ക്രിമിനൽസിന്റെ ആക്ഷൻ പോലെ ആയിരിക്കും ഇവർ വർക്ക് ചെയ്യുക. ഓക്കെ, എമുലേറ്റ് മലീഷ്യസ് അറ്റാക്സ്. ഇവരെന്ത് ചെയ്യും മലീഷ്യസ് ആയിട്ടുള്ള അറ്റാക്സും കാര്യങ്ങളും നടത്തി നോക്കും. റിട്ടേണിങ് ആക്സസ്, അവിടെ എന്ത് ചെയ്യും ആക്സസും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ, ആൻഡ് അവോയ്ഡിങ് ഡിറ്റക്ഷനും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു സൈബർ ക്രിമിനൽ എന്തൊക്കെ ചെയ്യും അതുപോലെ ആയിരിക്കും ഇവർ വർക്ക് ചെയ്യുക. റെഡ് ടീം അസസ്മെന്റ് സ്കാർ റൺ ഫോർ അപ് ടു എ മന്ത് ടിപ്പിക്കലി ബൈ എ ടീം എക്സ്റ്റേണൽ ടു ദ കമ്പനി. ഓക്കെ, അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇവരിത് ചെയ്യുന്നില്ല. നമ്മൾ ആ കണ്ട വീഡിയോയിലുണ്ടാവും അവർക്ക് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു, എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ആ ഒരു ഓർഗനൈസേഷനിൽ കയറി പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം എന്ത് ചെയ്യും ഇവർ വർക്ക് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ദേ ആർ ഓഫൻ ബെസ്റ്റ് സ്യൂട്ടഡ് ടു ഓർഗനൈസേഷൻ. ഓക്കെ, they are often best suited to organization with mature security program in place. ഓക്കെ, ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി പ്രോഗ്രാംസും കാര്യങ്ങളും എന്ത് ചെയ്യും ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇവർക്ക് അവരുടെ ആ ഒരു ഫീഡ്ബാക്കിൽ എന്ത് ചെയ്യും ഇവരത് പ്രൊവൈഡ് ആയിട്ടും കൊടുക്കും. ഓക്കെ, ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെങ്കിലും കാര്യം നോക്കാം. എമുലേറ്റ് ദ റോൾ ഓഫ് ആൻ ത്രെറ്റ് ആക്ടർ ടു അൺകവർ എക്സ്പ്ലോയിറ്റബിൾ വൾനറബിലിറ്റീസ്, മെയിൻറ്റെയിൻ ആക്സസ് ആൻഡ് അവോയ്ഡ് ഡിറ്റക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെന്ത് ചെയ്യും ഒരു ത്രെറ്റ് ആക്ടറിനെ പോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. എന്ത് ചെയ്യും വൾനറബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യും. ആർക്കൊരു ആക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഡിറ്റക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇപ്പോൾ സോക്ക് അനലിസ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 24/7 അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും അവിടെ മോണിറ്റർ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ഡിറ്റക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ടെക്നോളജി അല്ലാതെ ടൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർ യൂസ് ചെയ്യും. അസസ് ഓർഗനൈസേഷൻ സെക്യൂരിറ്റി കൺട്രോൾസ്, ത്രെറ്റ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഇവരെന്ത് ചെയ്യും ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന സെക്യൂരിറ്റി കൺട്രോൾസ് ആയിട്ടുള്ള ത്രെറ്റ് ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ഇൻസിഡൻറ്റ് റെസ്പോൺസ് ആയിക്കോട്ടെ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, അതിനൊക്കെ അസസ് ചെയ്യും. ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർ അസസ് ചെയ്യും. ഇവാലുവേറ്റ് ആൻഡ് റിപ്പോർട്ട്സ് ഓൺ ഇൻസൈറ്റ്സ് വിത്ത് ആക്ഷനബിൾ ഡാറ്റ ഫോർ കമ്പനീസ് ടു അവോയ്ഡ് റിയൽ വേൾഡ് ഇൻസ്റ്റൻസ്. ഓക്കെ, ഇവരെന്ത് ചെയ്യും റിയൽ വേൾഡിൽ വരുന്ന അറ്റാക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നോക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ ആ റിപ്പോർട്ടിലും കാര്യങ്ങളും ആഡ് ചെയ്യും. ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും റിയൽ വേൾഡിലുള്ള അറ്റാക്കും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആക്ഷനബിൾ ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും എന്ത് ചെയ്യും അവരുടെ ആ ഒരു റിപ്പോർട്ടിലും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതിലൊരു ക്വിസ് വരുന്നുണ്ട്, അതെന്ത് ചെയ്യുക നിങ്ങൾ സ്വയം ചെയ്യുക. ഓക്കെ, സോ ഇത്രത്തോളമാണ് സൈബർ സെക്യൂരിറ്റിയുടെ ജോബ് റോൾസ്. ഇതുമല്ല, ഇതിലും കൂടുതൽ ഇനിയും വരുന്നുണ്ട്, അതിലെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു ക്വിസ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഭാഗത്ത് തന്നെ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും എടുത്ത കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ക്വിസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങളാ ഒരു ഇപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു റൂം ചെയ്യാൻ ഇതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് ആ ക്വിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് മെസ്സേജ് അയക്കേ. ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോറായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക ആ ഒരു റൂം ചെയ്തിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് കഴിഞ്ഞെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ചാറ്റിൽ മെസ്സേജ് ഇടാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ChatGPT യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നില്ലേ?
ഓക്കെ. സോ നമുക്ക് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും വെച്ചിട്ട് എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. എ നെറ്റ്വർക്ക് ഇൻ സിമ്പിൾ വേർഡ്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് കണക്റ്റഡ് ടുഗദർ ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് സച്ച് ആസ് ഫയൽസ്, ഇന്റർനെറ്റ് ആക്സസ് ആൻഡ് പ്രിന്റേഴ്സ്. ഓക്കെ. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് ആണ്. എന്ത്? ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഡിവൈസസും കണക്ട് ചെയ്തിട്ടുണ്ടാവും, തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ഷെയർ ഇൻഫർമേഷൻ റിസോഴ്സസ് സച്ച് ആസ് ഫയൽസ്, ഇന്റർനെറ്റ് ആക്സസ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനീസിൽ ഒരു 5, 6ഓളം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതെന്ത് ചെയ്യുക? തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഫയൽസും കാര്യങ്ങളും നമ്മൾ എക്സാമ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെയർ മീത് അങ്ങനെ എന്ന് പറഞ്ഞ സാപ്പിയ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൊബൈലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസും കാര്യങ്ങളും ഫയൽസ് ആയിക്കോട്ടെ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റിസോഴ്സസും കാര്യങ്ങളും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സസ് ഷെയർ ചെയ്യാനും പ്രിന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ദിസ് കണക്ഷൻ ക്യാൻ ബി ഡൺ യൂസിങ് കേബിൾസ് ലൈക്ക് ഇൻ വയർഡ് നെറ്റ്വർക്ക് ഓർ വയർലെസ്ലി ലൈക്ക് ഇൻ വൈഫൈ നെറ്റ്വർക്ക്. ഓക്കെ. ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം? നെറ്റ്വർക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്യാം? ഒന്നെങ്കിൽ വയേർഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ RJ45 കേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വയേർഡ് ആയിട്ടുള്ള കേബിൾസ് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് വരുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റൗട്ടേഴ്സ് ഇത് വരുന്നുണ്ടല്ലോ, മോഡം വരുന്നുണ്ടല്ലോ. കേരള വിഷൻ അതുപോലെ തന്നെ എയർടെൽ, ജിയോ ഇവരുടെയൊക്കെ എന്ത് വരുന്നുണ്ട്, റൗട്ടേഴ്സും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ മോഡം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, വയർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വയർലെസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വൈഫൈ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കണക്കാക്കാം. സോ ഇവിടെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ഫോർ ഡിവൈസസ്. എ നെറ്റ്വർക്ക് കണക്ട്സ് മൾട്ടിപ്പിൾ ഡിവൈസസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് പ്രിന്റേഴ്സ്, എനേബിൾ ദം കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കണക്ട് മൾട്ടിപ്പിൾ ഡിവൈസസ്, വിവിധ തരത്തിലുള്ള ഡിവൈസസ് കണക്ട് ചെയ്യുക. അതിൽ എന്തൊക്കെ പെടാം? കമ്പ്യൂട്ടേഴ്സ് പെടാം, സ്മാർട്ട് ഫോൺസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റേഴ്സ് വരാം. ഇവരെന്ത് ചെയ്യുന്നു? എനേബിൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇവർ പരസ്പരം എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. ഷെയറിംഗ് റിസോഴ്സസ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ഓഫ് ഡിവൈസസ്, ദെൻ ഷെയറിംഗ് റിസോഴ്സസ്. അവിടെ എന്താ വരുന്നത്? നെറ്റ്വർക്ക്സ് അലോ ഡിവൈസസ് ടു ഷെയർ റിസോഴ്സ് ലൈക്ക് ഫയൽസ്, ആപ്ലിക്കേഷൻ ആൻഡ് ഇന്റർനെറ്റ് കണക്ഷൻസ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവർ ഇതുപോലെ ഫയൽസും ആപ്ലിക്കേഷൻസും അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഷെയറിംഗ് റിസോഴ്സിൽ അലോ ചെയ്ത് കൊടുക്കും. ഡിവൈസസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാം, ആപ്ലിക്കേഷൻസ് ഷെയർ ചെയ്യാം, ഇന്റർനെറ്റ് കണക്ഷൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഷെയർ ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കൊടുക്കും, ബാക്കിയുള്ളവർ വൈഫൈ കണക്ട് ചെയ്തു. അപ്പോൾ അവിടെ എന്താ, വയർലെസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ USB കേബിൾസ് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ USB-യിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക, 2 ഡിവൈസസ് തമ്മിൽ കണക്ട് ആവുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. റിസോഴ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു. അതിന് നെറ്റ്വർക്ക് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സിൽ വരുന്ന ടൈപ്സ് ആണ്. ഓക്കെ. നെറ്റ്വർക്ക് ക്യാൻ ബി ലോക്കൽ ലൈക്ക് ഹോം ഓർ ഓഫീസ് നെറ്റ്വർക്ക്, ഓർ വൈഡ് ഏരിയ ലൈക്ക് ദ ഇന്റർനെറ്റ്. ഓക്കെ. നെറ്റ്വർക്ക് എന്ത് തരത്തിലാവും? ലോക്കലിയും വരാം, അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ വൈഡ് ആയിട്ടും വരാം. അതാണ് വാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ വരുന്നുണ്ട്. സോ ഇവിടെ എന്ത് മനസ്സിലാക്കിയേക്കാം, ഇവിടെ നമ്മുടെ വീട്ടിലോ അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ഓഫീസോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർനെറ്റ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജിയോ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എയർടെൽ ആയിക്കോട്ടെ, BSNL ആയിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിലേക്ക് ആക്സസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ലോകമാണ്. അവിടെ നമുക്ക് ആരായിട്ട് കണക്ട് ചെയ്യാം, അവിടെ നമുക്ക് വയർഡ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡാറ്റ ഓൺ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ആരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അത് വൈഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ വേണം പറയാം. ഓക്കെ. ദെൻ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ, ഇൻ സൈബർ സെക്യൂറിംഗ് ആൻഡ് നെറ്റ്വർക്ക് ഈസ് ക്രൂഷ്യൽ ടു പ്രൊട്ടക്ട് ദ ഡാറ്റ ആൻഡ് റിസോഴ്സസ് ഷെയർഡ് എമംഗ് ദ ഡിവൈസസ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് സൈബർ അറ്റാക്സ്. ഇവിടെ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് വരുന്ന എവിടെയാണ്? സൈബർ സെക്യൂരിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും, സെക്യൂർ നെറ്റ്വർക്ക്, ആ ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് ഒരു മിനിറ്റ്.
സൈബർ സെക്യൂരിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസ് ലെവലിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലെവലിൽ അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സെക്യൂർ ആയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ പുറത്തുനിന്ന് ഒരാൾ ആക്സസ് ചെയ്യാനോ കാര്യങ്ങളോ പാടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഡിവൈസസും കാര്യങ്ങളും എന്ത് ചെയ്യുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും സൈബർ അറ്റാക്സിൽ നിന്നും തടഞ്ഞു നിർത്തി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ പറയാണ്, തിങ്ക് ഓഫ് എ നെറ്റ്വർക്ക് ലൈക്ക് എ ലൈബ്രറി. ഓക്കെ, ഒരു ലൈബ്രറി ആയിട്ട് എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് നമ്മൾ കണക്കാക്കാം. വെർ ഡിഫറെൻറ്റ് പീപ്പിൾ, പലതരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും വരും, ക്യാൻ ആക്സസ് ആൻഡ് ബോറോ ബുക്സ്. ഇവിടെ ഇതിനകത്ത് വരുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമ്പിൾ കംപ്ലീറ്റ് പറയാം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി ആയിട്ട് കണക്കാക്കുക. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ബുക്കും കാര്യങ്ങളും എന്ത് ചെയ്യും, അവർ ബോറോ ചെയ്യും, അവിടെ നിന്ന് കണ്ടെടുത്തിട്ട് പോകും. ആൻഡ് യൂസ് ഷെയർ റിസോഴ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്രിന്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡിവൈസസ് ഇപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾസ്, അവിടെ ഡിഫറെൻറ്റ് പീപ്പിൾസ് വന്നിട്ട് പലതരത്തിലുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് ബുക്ക് എടുത്ത് വായിക്കാനായിട്ട് കൊണ്ടുപോകും. അതുപോലെ ഈ പീപ്പിൾ എന്നുള്ളതിന് ഡിവൈസ് ആയിട്ട് കണക്കാക്കുക. ഒരു ലൈബ്രറിയിലെ ഡിവൈസസ്, ലൈബ്രറിയിൽ എന്ത് ചെയ്യുക, ഇവിടെ പീപ്പിൾ എന്നുള്ള ലൈബ്രറീസിൽ എന്ത് ചെയ്യുക, ഡിവൈസസ് ആയിട്ട് കണക്കാക്കുക. അവരെന്ത് ചെയ്യും, ഇതുപോലുള്ള ബുക്ക് എന്ന് പറഞ്ഞ ഡാറ്റ. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരും. എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും എന്ത് ചെയ്യും, അവരെടുത്തുകൊണ്ട് പോകും. ഓക്കെ, ആൻഡ് യൂസ് ഷെയർ റിസോഴ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ഓർ പ്രിന്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി വെക്കുക. കീപ്പിംഗ് ദ ലൈബ്രറി സെക്യൂർ എൻഷ്യൂർ ഓൺലി കുറച്ച് മാറ്റമുള്ളൂ. അവരുടെ ഒരു സെക്യൂർ ആക്കി വെക്കുന്ന ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇത്രത്തോളമാണ് നെറ്റ്വർക്കിനെ പറ്റി പറയാനുള്ളത്. നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ, നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായോ? അവിടെ കുറച്ച് ഡിവൈസസ് ഉണ്ടാവും, അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ നെറ്റ്വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നല്ല എക്സാമ്പിൾസും കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യും, ChatGPT നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ChatGPTനോട് ചോദിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്തു, അത് നേരത്തെ ഇന്റർനെറ്റിനെ പറ്റി പറഞ്ഞു. ഇനി ഇന്റർനെറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ഇന്റർനെറ്റ് ഈസ് എ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് വേൾഡ് വൈഡ്. വേൾഡ് വൈഡ് ആയിട്ട് വരുന്ന കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഡിവൈസസും ഇന്റർ കണക്ട് ചെയ്യുന്നതിനാണ്, അല്ലാതെ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഇന്റർനെറ്റ് എന്ന് പറയുക. ഇറ്റ് അലോസ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ആക്സസ് വേരിയസ് ഓൺലൈൻ സർവീസസ് ആൻഡ് റിസോഴ്സ്. ഇവിടെ എന്ത് ചെയ്യും, ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ പലരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ പോസിബിൾ ആക്കുന്ന എന്താണ്, ഇന്റർനെറ്റ് ആണ്. സോ അവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഓൺലൈൻ സർവീസസും റിസോഴ്സസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. കീ പോയിന്റ്സ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ കണക്ഷൻ, നമുക്ക് ഗ്ലോബലി എന്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ദ ഇന്റർനെറ്റ് കണക്ട് മില്യൺസ് ഓഫ് പ്രൈവറ്റ്, പബ്ലിക്, അക്കാഡമിക്, ബിസിനസ് ആൻഡ് ഗവൺമെന്റ് നെറ്റ്വർക്ക്, ക്രിയേറ്റിംഗ് മാസീവ് വെബ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് പലതരത്തിൽ ആർക്കും ആയിക്കോട്ടെ, അക്കാഡമിക് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, പബ്ലിക് ആയിട്ട്, പ്രൈവറ്റ് ആയിക്കോട്ടെ, ഇവിടെ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിൽ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആക്സസ് ഇൻഫർമേഷൻ ത്രൂ വെബ്സൈറ്റ്സ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ ആൻഡ് അതർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. നമ്മളിപ്പോൾ വാട്സപ്പ് ചെയ്തിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, മറ്റുള്ള അപ്പോൾ നമുക്ക് എന്ത് ഇൻഫർമേഷനും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇന്റർനെറ്റ് വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഇന്റർനെറ്റ് പ്രൊവൈഡ്സ് ന്യൂമസ് സർവീസസ് ഇൻക്ലൂഡിങ് സെർച്ച് എഞ്ചിൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ സെർച്ച് ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താം. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. സ്ട്രീമിംഗ് മീഡിയ, ലൈവ് കാര്യങ്ങൾ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ ബാങ്കിങ്, നമുക്ക് പഴയ പോലെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് അവിടുന്ന് ബാക്കി നമുക്ക് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്യുന്നത്, ഒരു ഡെബിറ്റ് കാർഡോ അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടായാലോ അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈനായിട്ട് ബാങ്കിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ പോലെ വലിയൊരു സ്റ്റോറേജ് റൂം അതിനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെർവർ റൂം അതിനായിട്ട് വാങ്ങേണ്ട കാര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഒരു ഒരു മൈക്രോസോഫ്റ്റിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലുള്ള സൂറോ അതുപോലെയുള്ള സർവീസസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ക്ലൗഡ് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൽ മതി, നമ്മുടെ ഡാറ്റാസൊക്കെ അവിടെ ഷെയർ ചെയ്താൽ മതി, അവിടെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കും. നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സർവീസസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റിൽ വരുന്നുണ്ട്. ഇനി പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇന്റർനെറ്റ് യൂസസ് സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ലൈക്ക് TCP/IP. ഓക്കെ, ഇവിടെ TCP/IP വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. TCP/IP എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന TCP/IP കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ വെച്ചിട്ടാണ്. ഓക്കെ, സോ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, TCP/IP എന്ന് പറഞ്ഞ കൺട്രോൾ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, പല
അപ്പോൾ ഡിവൈസസും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. OSI ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് സിമ്പിളായിട്ട് ഇതേപോലെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ടു എൻഷ്യൂർ ഡിഫറെൻറ്റ് ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ഓക്കെ വിത്ത് ഈച്ച് അതർ. നമ്മൾ പലതരത്തിലുള്ള ഡിവൈസസും പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നമുക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഇതേപോലെ TCP/IP എല്ലാ ഡിവൈസസും ഈ TCP/IP വെച്ചിട്ടാണ് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് കുറച്ച് ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഡാറ്റ പോകുന്ന രീതി അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ടിങ് ഡാറ്റ ആൻഡ് പ്രൈവസി ഓൺ ഇന്റർനെറ്റ് ഈസ് ക്രൂഷ്യൽ ഡ്യൂ ടു ദ റിസ്ക് ഓഫ് സൈബർ അറ്റാക്സ്. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ എന്താണ് അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കും. പകരം ഇന്റർനെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പ്രൈവറ്റ് ആയിട്ട് നെറ്റ്വർക്ക് അറിയുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ സെക്യൂർ ആയി വെക്കാം. അതുപോലെ തന്നെ ഫയർവാളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്റർനെറ്റിലാവുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത്രത്തോളം റിസ്ക് വരുന്നുണ്ട്. അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള റിസ്ക്കും കാര്യങ്ങളും വരുന്നത് സച്ച് ഹാക്കിംഗ്, ഫിഷിംഗ് ആൻഡ് മാൽവെയർ. ഓക്കെ, ഇവിടെ ഈ രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇന്റർനെറ്റിന് ഒരു എക്സാമ്പിൾ പറയാം. തിങ്ക് ഓഫ് ദ ഇന്റർനെറ്റ് ലൈക്ക് എ ജയന്റ് സിറ്റി വേർ പീപ്പിൾ ക്യാൻ വിസിറ്റ് വേരിയസ് പ്ലേസസ്. ഇവിടെ എന്ത് ചെയ്യുക വലിയൊരു സിറ്റി ആയിട്ട് എന്ത് ചെയ്യുക ഇന്റർനെറ്റിനെ കണക്കാക്കുക. അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പല രീതിയിലുള്ള പ്ലേസസ് എന്ത് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത് അതിൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ ഇന്റർനെറ്റിന് എക്സാമ്പിൾ പറയാം. സെൻഡ് ലെറ്റേഴ്സ്, നമുക്ക് ലെറ്റേഴ്സ് അയക്കാൻ പറ്റും ഇല്ലേ. നമ്മളിപ്പോൾ വലിയൊരു ജയന്റ് ആയിട്ടുള്ള സിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആ ലെറ്റേഴ്സിന് എന്ത് ചെയ്യുക ഇന്റർനെറ്റിൽ ഇമെയിൽസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഷോപ്പിംഗ് സ്റ്റോഴ്സ്. ഓക്കെ, നമുക്ക് അവിടെ എന്ത് ചെയ്യാം പലതരത്തിലുള്ള ഷോപ്പും കാര്യങ്ങളുണ്ട്. വലിയൊരു സിറ്റിയിൽ എന്ത് ചെയ്യും പലതരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ഷോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റർനെറ്റിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കുക. ആൻഡ് വാച്ച് മൂവീസ് നമുക്ക് ഒരു സിനിമ കാണണമെന്ന് എന്ത് ചെയ്യണം തിയേറ്ററിൽ പോകേണ്ടി വരും. പക്ഷേ എന്ത് ചെയ്യണ്ട നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിനിമകളും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും ഇന്റർനെറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ഇൻ എ സിറ്റി സെക്യൂർ മെഷേഴ്സ് ആർ നീഡഡ് ടു കീപ് പീപ്പിൾ ആൻഡ് ദെയർ ഇൻഫർമേഷൻ സേഫ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം നമ്മളൊരു സിറ്റി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും എന്ത് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രത്തോളമാണ് ഇന്റർനെറ്റിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു, ഇന്റർനെറ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആണോ? ഇന്റർനെറ്റ് എന്താണെന്നുള്ളത് അതുപോലെ തന്നെ നെറ്റ്വർക്ക് എന്താണെന്നുള്ളതും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഇന്റർനെറ്റ് എന്താണെന്നല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, നെറ്റ്വർക്ക് ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ചോദിക്കുക. ആ നേരത്തെ എന്താ പറഞ്ഞാൽ മതി രണ്ട് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, സോ അത്രത്തോളമാണ് നെറ്റ്വർക്കിനെ പറ്റി പറയാം. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രത്തോളം ഗ്ലോബലി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം നെറ്റ്വർക്കിൽ വരുന്ന കുറച്ച് കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെറ്റ്വർക്കിൽ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫയലും റിസോഴ്സും കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ എന്തൊക്കെയെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ നമുക്ക് അതുപോലെ തന്നെ മാക്, ഇതുപോലെ തന്നെ DNS ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, സോ എന്താ ചെയ്യാം നമുക്കൊരു ഫോൺ കോൾ മേക്കിംഗ് എ ഫോൺ കോൾ. ഓക്കെ, ഒരു സിനാരിയോ നമ്മൾ എന്ത് കണക്കാക്കാം. ഇമാജിൻ യു ആർ മേക്കിംഗ് എ ഫോൺ കോൾ ടു യുവർ ഫ്രണ്ട്. ഓക്കെ, സോ ഹിയർ ഈസ് ഹൗ IP അഡ്രസ്, MAC അഡ്രസ് ആൻഡ് DNS ബിറ്റ്വീൻ ഇൻ ദിസ് പ്രോസസ്സ്. നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ IP അഡ്രസ് എന്താ, MAC അഡ്രസ് എന്താ, അതുപോലെ തന്നെ DNS എന്താന്നുള്ള കാര്യം പഠിക്കാനായിട്ട് പോകാം. ഓക്കെ, സോ നമ്മളൊരു കോൾ ചെയ്യാണ്. അതിൽ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ അനോളജി ദ ഫോൺ നമ്പർ യു ഡയൽ ടു റീച്ച് യുവർ ഫ്രണ്ട്. നമ്മളൊരു മൊബൈൽ എടുത്തിട്ട് നമ്മളൊരു ഫോൺ നമ്പർ അടിച്ചു. ആ ഒരു ഫോൺ നമ്പർ അടിച്ച് നമ്മൾ കോൾ ചെയ്യുന്ന നേരത്തെ ആ ഫോൺ നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം IP അഡ്രസ് എന്ന് പറയാം. അതുപോലെയാണ് എന്ത് ചെയ്യുക ആ ഒരു എക്സാമ്പിളാണ് എന്ത് ചെയ്യുക ജസ്റ്റ് ലൈക്ക് യു നീഡ് ടു യുവർ ഫ്രണ്ട്സ് ഫോൺ നമ്പർ ടു കോൾ ദം, കമ്പ്യൂട്ടേഴ്സ് നീഡ് ആൻ IP അഡ്രസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് IP അഡ്രസ് ആണ്. അതുപോലെയാണ് കമ്പ്യൂട്ടേഴ്സ് ഡിവൈസസ് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ് IP അഡ്രസ് ആണ്. നമ്മൾ ഫോൺ നമ്പറിന് പകരം IP അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുക കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ എക്സാമ്പിൾ യുവർ കമ്പ്യൂട്ടേഴ്സ് നീഡ് ദ IP അഡ്രസ്സസ് ഓഫ് വെബ് സെർവർ ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ. കൺസെപ്റ്റ് ക്ലിയർ ആയോ? IP അഡ്രസ് എന്താണെന്നുള്ളത്. IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ കോൾ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യും നമ്മുടെ ഫോണിൽ എടുത്തിട്ട് അതിൽ നമ്മുടെ അയാളുടെ ഫോൺ നമ്പർ എന്താണോ അത് ക്ലിക്ക് ചെയ്ത് അത് ടൈപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോൾ ചെയ്യുക. അതുപോലെയാണ് നമ്മളെ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അവരുടെ ഫോൺ നമ്പറാണ് എന്ത് IP അഡ്രസ്സ്.
ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക IP അഡ്രസ്സ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലായോ? ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ്, അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് നമ്പറാണ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് IP അഡ്രസ്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ അഡ്രസ് ആൻഡ് സോ എന്താണ് IP അഡ്രസ്സും അതുപോലെ തന്നെ പബ്ലിക് IP അതുപോലെ തന്നെ പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ IP അഡ്രസ്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇനി എന്താ IP എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ an IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. IPൻ്റെ ഫുൾ ഫോം വരുന്നതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഈസ് എ unique numeric label assigned to each device connect to computer network that uses the IP internet protocol for communication. ഇവിടെ ഈ ഒരു ഇത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമെന്ന് വേണ്ട. നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ, ഒരു നെറ്റ്വർക്കിൽ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് IP അഡ്രസ്. ഇത്രേ ഉള്ളൂ. ഇറ്റ് സെർവ്സ് ടു മെയിൻ ഫംഗ്ഷൻ, ഐഡന്റിഫൈങ് ദ ഹോസ്റ്റ് ഓർ നെറ്റ്വർക്ക് ഇന്റർഫേസ് ആൻഡ് പ്രൊവൈഡിങ് ദ ലൊക്കേഷൻ ഓഫ് ദ ഹോസ്റ്റ് ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ, സോ ഇതിലെന്താ ചെയ്യുന്നത്, IP അഡ്രസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു നെറ്റ്വർക്കിലെ ഹോസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള, നമ്മൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ എന്ത് വെച്ചിട്ടാണ്, IP വെച്ചിട്ടായിരിക്കും. ഫോൺ കോൾ ചെയ്യുന്ന നേരത്ത് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IP അഡ്രസ് ആണ്, അല്ല ഫോൺ നമ്പർ ആണല്ലോ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു നെറ്റ്വർക്കിലുള്ള കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനെ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് IP അഡ്രസ്. ഓക്കെ, അതിൻ്റെ ഒരു മെയിനായിട്ട് വരുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഒരു നെറ്റ്വർക്കിലുള്ള ഹോസ്റ്റിനെ പറ്റിയിട്ട് പഠിക്കാൻ, അതുപോലെ തന്നെ ആൻഡ് പ്രൊവൈഡിങ് ദ ലൊക്കേഷൻ. ഇപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവർ IP അഡ്രസ്സ് കണ്ടുപിടിച്ചാൽ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനും അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് ഇതിൻ്റെ ടൈപ്സ് ഓഫ് IP അഡ്രസ്സ് വരുന്നുണ്ട്. IP അഡ്രസ്സിൽ രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ അതെന്തൊക്കെയാണ്, IPv4 IPv6. ഓക്കെ, IP അഡ്രസ്സിൽ വരുന്ന രണ്ട് കൺസെപ്റ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്സ് ആണ്. ഒന്ന് IPv4, ഒന്ന് IPv6. There are two main versions of IP addresses. IPv4 composed of 4 sets of numbers separated by periods. Example 192.168.1.1. ഓക്കെ, ഇത് നമ്മൾ സിമിലർലി കാണുന്ന IP അഡ്രസ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 4 എന്ത് വരുന്നുണ്ട്, സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡോട്ട് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോ പീരിയഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 4 ഇതുണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അതിനാണ് IPv4 എന്ന് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് IPv6. IPv6 എന്ന് പറഞ്ഞാൽ കമ്പോസ്ഡ് 8 ഗ്രൂപ്പ് ഓഫ് 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ് സെപ്പറേറ്റ് ബൈ കോളൻസ്. ഓക്കെ, ഇവിടെ നേരത്തെ എന്താന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്പേഴ്സ് ആയിരുന്നു അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ IPv6 എന്തല്ല, നമ്പേഴ്സിന് പകരം ഹെക്സാഡെസിമൽ ആണ്. അവിടെ നമ്പേഴ്സ് കൂടാതെ തന്നെ എന്ത് വരുന്നുണ്ട്, ലെറ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഡോട്ട് വെച്ചിട്ടായിരുന്നു സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തല്ല, ഡോട്ടല്ല, ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, കോളൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഉണ്ടോ 2001 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് 0DB8 കോളൻ, പിന്നെ അതുപോലെ തന്നെ 85A3 കോളൻ, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 8 ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ് സെപ്പറേറ്റ് ബൈ കോളൻസ്. ഓക്കെ, 8 ഗ്രൂപ്പ് ഉണ്ടാവും. അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ഓരോ 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, IPv6 കൺവേർട്ട് ചെയ്തേക്കുന്നത്. സോ IPv4 ഉണ്ടാകുമ്പോൾ IPv6 ആവശ്യകത എന്താണ്, നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്? IPv4 അതുപോലെ തന്നെ IPv6 ഉണ്ടാവേണ്ട ആവശ്യം എന്താ? IPv4 ഓൾറെഡി ഇവിടെ ഉണ്ട്, IPv6 വരേണ്ട കാര്യം എന്താ? എനിവൺ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? IPv4 ഓൾറെഡി ഇവിടെ ഉണ്ട്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന IPv4 ആണ്. IPv6 രൂപയോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവേണ്ട കാര്യം എന്താ? ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? കാര്യം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഐപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? IP എന്താന്നുള്ള കാര്യം മനസ്സിലായോ? എനിവൺ IP എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, IPv4 ഉണ്ടാകുന്നത്, IPv4 നിലവിലുണ്ട്. പിന്നെ എന്തിനാണ് IPv6? ഓക്കെ,
സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് കുറച്ചും കൂടെ IP ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ എന്ത് IPv4, IPv6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. IP അഡ്രസ് ഈസ് 2 ടൈപ്സ്. V4 എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 നമ്പേഴ്സ് സെപ്പറേറ്റ് ബൈ ദ ഡോട്ട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഈച്ച് നമ്പേഴ്സ് ക്യാൻ ബി ഫോം 0 to 25, 255 ഇൻ ഡെസിമൽ നമ്പേഴ്സ്. 0 to ഒരു 0 മുതൽ 255 നമ്പർ വരെ എന്ത് ചെയ്യുക, 255 വരെ വരുന്ന ഡെസിമൽ നമ്പേഴ്സ് ആണ് എന്തിൽ IPv4 യൂസ് ചെയ്യുന്നത്. ബട്ട് കമ്പ്യൂട്ടേഴ്സ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡെസിമൽ നമ്പേഴ്സ്. ദേ ഇൻസ്റ്റഡ് ചേഞ്ച് ദം ടു ബൈനറി നമ്പേഴ്സ് വിച്ച് ആർ ഓൺലി 0-1. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കാര്യം എന്താണ്, 0-1 മാത്രം, ബൈനറി കാര്യങ്ങളെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് IPv4ന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ IPv4ന്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 189.123.123.90. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു 4 ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, IPv4നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ IPv4 ഉണ്ടാകുമ്പോൾ IPv6 വരേണ്ട ഒരു കാരണം എന്താണ്, IPv6 വരേണ്ടിയിരുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, ലിമിറ്റഡ് ആണ്. ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 ഗ്രൂപ്പ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ 255 ഇങ്ങനെ ഈ ഒരു നമ്പർ കംപ്ലീറ്റ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു നെറ്റ്വർക്കോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രത്തോളം ഡിവൈസസ് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IPv4 അണ്ടറിൽ നമുക്ക് ഓരോ ഡിവൈസസിനും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രത്തോളമാണ്. നമ്മളിപ്പോൾ ഡെയിലി പുതിയ എന്ത് വരുന്നുണ്ട്, ഡിവൈസസും കാര്യങ്ങളും നിലവിൽ ഓരോ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ IPv4ന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്പേഴ്സ് കഴിഞ്ഞാൽ ഇത്രത്തോളം വരുന്ന ഡിവൈസസിന്റെ നമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ IP അഡ്രസ് അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് IPv6 എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. IPv6 വരുമ്പോൾ എന്താണ്, ഇവിടെ ഡെസിമൽ മാത്രമല്ല ഹെക്സാ ഡെസിമൽ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്പേഴ്സ് കഴിഞ്ഞാൽ എന്താ പറ്റും, ഇതിൽ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മിക്സ് ചെയ്തിട്ട് നമ്പേഴ്സും കാര്യങ്ങൾ കൊടുത്തിട്ട് IP അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഏകദേശം വരുന്ന ഡിവൈസസിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എണ്ണം ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ ഓഫ് ഉണ്ടോ, ഇത്രത്തോളം ഡിവൈസസ് വരും. അത് ഏകദേശം കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, IPv6ന്റെ ഏകദേശം വരുന്ന ഡിവൈസസിന്റെ എണ്ണാണ് കണ്ടോ, ഇത്രത്തോളം വരും. ഇത് എണ്ണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇത്രത്തോളം ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റും, IP അഡ്രസ് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ IPv4ന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളും അത്രത്തോളം ഡിവൈസസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IPv4 അസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ IPv6 യൂസ് ചെയ്യാൻ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ എത്രത്തോളം ഡിവൈസസിന് അസൈൻ ആയിട്ട് പറ്റും. അതാണ് IPv4 IPv6 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, V4ൽ ഡെസിമൽ ആയിരിക്കും യൂസ് ചെയ്യുക, ഇവിടെ എക്സാ ഡെസിമൽ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി പബ്ലിക് IP, പ്രൈവറ്റ് IP. IPv4 V6 എന്താണെന്ന് മനസ്സിലായോ, വെർഷൻ 4 V6 അത് വരേണ്ട കാരണം എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളാക്കി പറഞ്ഞുതരാം. ഡൗട്ട് ഉണ്ടോ, കൺസെപ്റ്റ് മനസ്സിലായോ? ബാക്കിയുള്ളവർക്കും ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കട്ടെ, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. സോ പബ്ലിക് IP എന്താണ്, പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ IPയിൽ 2 രീതിയിലാണ് ഉള്ളത്, V4 V6. ഇനി പബ്ലിക് IPയും പ്രൈവറ്റ് IP എന്താണെന്ന് നോക്കാം. പബ്ലിക് IP എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ, പബ്ലിക് IP അഡ്രസ് ഈസ് എ IP അഡ്രസ് ദാറ്റ് ഈസ് യൂണിക് അക്രോസ് ദ എൻറ്റയർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ വരുന്ന IP അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അസൈൻഡ് ബൈ യുവർ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP ആൻഡ് ക്യാൻ ബി ആക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഇന്റർനെറ്റ്. ISP എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളിപ്പോൾ ജിയോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള എയർടെൽ ആയിക്കോട്ടെ, വോഡോഫോൺ ആയിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയാം. അവർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്ന IP അഡ്രസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, പബ്ലിക് IP എന്ന് പറയാം. ഓക്കെ, പബ്ലിക്കലി ഇന്റർനെറ്റിൽ ആക്സസ് ചെയ്യണം എന്ത് വേണം നമുക്ക്, പബ്ലിക് IP ആണ് നമ്മൾ യൂസ് ചെയ്യുക.
അതിന്റെ യൂസേജ് കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് പബ്ലിക് ഐ പി അഡ്രസ് ഈസ് ദ ഐ പി അഡ്രസ് ദാറ്റ് ഈസ് യൂണിക് അക്രോസ് ദ എൻ്റർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ യൂണീക്ക് ആയിട്ടുള്ള ഒരാൾക്കും സെയിം ആയിട്ടുള്ള ഐ പി അഡ്രസ് എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല. സോ അതാണ് ഐ പി അഡ്രസ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്, പബ്ലിക് ഐ പി അഡ്രസ്സിനെ പറ്റി പറയാനുള്ളത്. ഇറ്റ് അസൈൻ ബൈ യുവർ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഐ പി അഡ്രസ്സിനെ പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസർ ഫോർ ഡിവൈസസ് ദാറ്റ് നീഡ് ടു ആക്സസിബിൾ ഫ്രം the internet such as web servers, email servers and other devices that require public access. പബ്ലിക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രം റിക്വയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്, ഈ വെബ് സെർവർ ആയിക്കോട്ടെ, ഇമെയിൽ സെർവർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതർ ഡിവൈസസ് ആൻഡ് അതർ ഡിവൈസസ് ദാറ്റ് റിക്വയർ പബ്ലിക് ആക്സസ്. പബ്ലിക് ആക്സസ് നിലവിൽ വേണ്ടിയിട്ടുള്ള ചില ഡിവൈസസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇന്റർനെറ്റിൽ ഇത്രത്തോളം ഇന്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് ആണ് എന്ത്, പബ്ലിക് ഐ പി. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ യു ആക്സസ് എ വെബ്സൈറ്റ്, ദ വെബ്സൈറ്റ് സെർവർ ഹാസ് ദ പബ്ലിക് ഐ പി അഡ്രസ് ദാറ്റ് അലോസ് യു ഡിവൈസ് ടു ലൊക്കേറ്റ് ആൻഡ് കണക്ട് ടു ഇറ്റ്. ഓക്കെ, നമുക്ക് നമ്മൾ പബ്ലിക് ഐ പി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വെബ് സെർവർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ പബ്ലിക് ഐ പി എന്താണെന്ന് മനസ്സിലായോ, നമ്മൾ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ്സിനെയാണ് നമ്മൾ പബ്ലിക് ഐ പി എന്നാണ്, പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് ആണ് പബ്ലിക് ഐ പി. ചെറിയ ചെറിയ കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് പറയാം, നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാം. ഓക്കെ, മനസ്സിലായോ പബ്ലിക് ഐ പി എന്താന്നുള്ള കാര്യം? ഓക്കെ, ദെൻ പ്രൈവറ്റ് ഐ പി. പ്രൈവറ്റ് ഐ പി എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എ പ്രൈവറ്റ് ഐ പി അഡ്രസ് ഇൻ ഐ പി അഡ്രസ് ദാറ്റ് യൂസർ വിത്തിൻ എ പ്രൈവറ്റ് നെറ്റ്വർക്ക്. നേരത്തെ നമ്മൾ ഇന്റർനെറ്റിലായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, ഐ പി അഡ്രസ് യൂസ് ചെയ്തത്, അപ്പോൾ അതിനെ പബ്ലിക് ഐ പി എന്ന് പറഞ്ഞു. ഇനി പ്രൈവറ്റ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, പ്രൈവറ്റ് ഐ പി എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് റൂട്ടബിൾ ഓൺ ദ ഇന്റർനെറ്റ് ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ ലോക്കൽ നെറ്റ്വർക്ക്. ഒരു ലോക്കലായിട്ടൊരു നെറ്റ്വർക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഏത് വെച്ചിട്ടായിരിക്കും, പ്രൈവറ്റ് ഐ പി അഡ്രസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് ആയിട്ടുള്ള ഒരു ഐ പി അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഐ പി അഡ്രസ്സിലേക്ക് മാറ്റിയിട്ടായിരിക്കും നമ്മൾ അതേ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസ്ഡ് ഫോർ ഡിവൈസസ് വിത്തിൻ എ ഹോം ഓർ ഓഫീസ് നെറ്റ്വർക്ക് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, പ്രിന്റേഴ്സ് ആൻഡ് റൗട്ടേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫീസ് നെറ്റ്വർക്ക് ഉണ്ട്, ആ ഓഫീസ് നെറ്റ്വർക്കിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഒരാൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓഫീസ് നെറ്റ്വർക്കിൽ എന്തോ തരത്തിലുള്ള വളർബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, അത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു ഓഫീസ് നെറ്റ്വർക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ പലതരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, പ്രിന്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ റൗട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, പ്രൈവറ്റ് ഐ പി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഐ പി അഡ്രസ്സസ് ഫാൾ വിത്തിൻ സ്പെസിഫിക് റേഞ്ചസ്. ഓക്കെ, പ്രൈവറ്റ് ഐ പി, പബ്ലിക് ഐ പി ഇതല്ലാത്ത എല്ലാ റേഞ്ചും എന്തായിരിക്കും, പബ്ലിക് ആയിട്ടുള്ള ഐ പി ആയിരിക്കും. ഓക്കെ, 10 സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ഒരു ഇതാണ് 10.0.0.0.2 10.255 ഇത് വരുന്ന എന്താണ്, പ്രൈവറ്റ് ഐ പി. പ്രൈവറ്റ് IPv4 പ്രൈവറ്റ് ഐ പി ആണ്. അതുപോലെ തന്നെ 172.60.0. ഓക്കെ, ഇത് ഈ ഒരു രീതിയിൽ ഇപ്പോൾ കാണുന്ന 192 നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും റൗട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യാതെ വീട്ടിലെ മോഡ അത് വെച്ചിട്ട് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, എങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ? 127 എന്ന് പറഞ്ഞത് 127 കംപ്ലീറ്റ് എന്ന് പറഞ്ഞേ, ആ മൊത്തം കംപ്ലീറ്റ് ആയി പറഞ്ഞേ. ആ അല്ല, അത് ഇതേപോലെ പ്രൈവറ്റ് ഐ പി തന്നെ, പക്ഷെ അത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലൂപ്പ് ബാക്കിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുറത്ത് കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ടെസ്റ്റിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസസിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കണക്ട് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് അവിടെ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് ആണ് ഈ 127.0.0.1 എന്ന് പറയുന്നത്, ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ് എന്നൊക്കെ പറയും. കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടൊരു സോഫ്റ്റ്വെയറോ അല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസോ ക്രിയേറ്റ് ചെയ്തിട്ട് നെറ്റ്വർക്കിലേക്ക് വിടുന്നതിന് വേണ്ടി, നെറ്റ്വർക്കിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നെറ്റ്വർക്കിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വളർബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. പക്ഷെ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി, ആ ഒരു രീതിയിൽ അറ്റാക്കും കാര്യങ്ങളും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു ലൂപ്പ് ബാക്ക് ഐ പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡിവൈസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു വെബ്സൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാവില്ല ഇതിന്? ഓക്കെ,
സോ അതിനെ ലൂപ്പ് ബാക്ക് ഐ പി എന്നാ പറയാ. നിങ്ങൾ ഇനി എന്താ പറയാ കുറച്ചും കൂടെ അതിനെന്ത് ചെയ്യുക, ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഇതാണ് കൺസെപ്റ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയമായിട്ട് ഒന്ന് ChatGPT അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് വരുന്ന പ്ലാറ്റ്ഫോംസ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് എന്താ പറയുക നിങ്ങളുടെ ആ ഒരു രീതി, നിങ്ങൾക്ക് ഏത് ലെവലാണ് ആ ലെവലിൽ നിങ്ങളത് റിസർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് പ്രൈവറ്റ് ഐപ്പിനെ പറ്റി പബ്ലിക് ഐപ്പിനെ പറ്റി പറയുകയാണെന്നില്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടിപ്പിക്കൽ ഹോം നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും റൗട്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മോഡത്ത് നേരിട്ട് നെറ്റ്വർക്ക് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ വൈഫൈ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നെറ്റ്വർക്ക് എടുക്കുന്നവർ അല്ല. വേറെ ആരെങ്കിലും? ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ? ഓക്കെ, ഓരോരുത്തരുടെ ആഷ നെറ്റ്വർക്ക് ഏതാ യൂസ് ചെയ്യുന്നത്? ഹലോ, മൊബൈലിലാണ്. ഓക്കെ, ലിതിൻ എന്താ യൂസ് ചെയ്യുന്നത്? വൈഫൈ ആണോ? മൊബൈലാണ്. ഓക്കെ, മിഥുൻ? എങ്ങനെ? മൊബൈൽ. അപ്പോൾ എല്ലാവരും മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ, കേരള വിഷൻ്റെ എന്താണ് ഒരു നെറ്റ്വർക്കാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യുകയാണ്, ആ ഒരു മോഡത്തിൽ നിന്ന് നേരിട്ട് എൻ്റെ ലാപ്പിലേക്ക് കണക്ഷൻ കൊടുത്തേക്കുന്നതാണ്. സോ ഇവിടെ എന്ത് ചെയ്യുക, ആ ഒരു എൻ്റെ ഒരു IP ഞാൻ കാണിച്ചു തരാം. ഇവിടെ എനിക്ക് കിട്ടുന്ന ഒരു IP ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ ഉണ്ടോ എൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ? കണ്ടോ, ഇവിടെ IPv4 കൊടുത്തിട്ടുണ്ട്. 192.168.1.9. ഇതാണ് എൻ്റെ IP അഡ്രസ്സ്. ഇതിപ്പോൾ എന്താ ഉണ്ടാ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള വൈഫൈ അല്ലാന്നുണ്ടെങ്കിൽ അതിന് കണക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു IP അഡ്രസ്സ് കിട്ടിയത്. പകരം ഞാൻ നിങ്ങളെപ്പോലെ മൊബൈലാണ്. നിങ്ങളുടെ IP അഡ്രസ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് വാട്ട്സ് മൈ IP എന്ന് ഷെയർ ചെയ്തിട്ട് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന IP ഡിഫറെൻ്റ് ആയിരിക്കും, ഈ ഒരു റേഞ്ചിലായിരിക്കില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളുടെ IP അഡ്രസ്സ് എന്താ വരുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഏതായാലും സമയമായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ IP ഒരിക്കലും ഇതുപോലെ 192 വരില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രൈവറ്റ് IP യിൽ വരുന്ന IP ആണ്. IP റേഞ്ച് പ്രൈവറ്റ് IP യിൽ വരുന്ന IP ആണ്. ഓക്കെ, സോ അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ പ്രൈവറ്റ് IP പബ്ലിക് IPൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ദ റൗട്ടർ ഹാസ് പബ്ലിക് IP അഡ്രസ് അസൈൻഡ് ബൈ യുവർ ISP. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്ത് പറഞ്ഞു, ഇതുപോലെ ഞാൻ റൗട്ടറിൽ നിന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ മോഡത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് എടുക്കുന്നത്. സോ അതൊരു ഡിജിറ്റൽ ഒരു ഞാൻ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ എന്താ, ഞാൻ കേരള വിഷൻ എന്നാണ് എന്തെടുത്തിട്ടുള്ളത്. എൻ്റെ വൈഫൈ വരുന്നത് എന്താണ്, കേരള വിഷൻ ആണ്. ഓക്കെ, കേരള വിഷനൊക്കെ അറിയില്ല നിങ്ങൾക്ക് എന്താണെന്നുള്ളത്, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, കേരള വിഷൻ എന്താണ്, ഒരു ISP ആണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഡാറ്റാസും കാര്യങ്ങളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതുപോലെ ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്. ഇത് എന്ത് ചെയ്തിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ കേരള വിഷൻ അതുപോലുള്ള ISPനെ പറ്റിയിട്ട്? ഇവരാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ഡാറ്റയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, കേരള വിഷനോട് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, എനിക്കൊരു കണക്ഷൻ എടുത്ത് തന്നിട്ട് എന്ത് ചെയ്തു, ഒരു മോഡ് എൻ്റെ വീട്ടിൽ വെച്ച് തന്നു. റൗട്ടർ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിൽ വെച്ച് തന്നു. ഓക്കെ, അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു മോഡം വരുന്നുണ്ട്. സോ എൻ്റെ വീട്ടിലെ മോഡം. ഓക്കെ, ആ ഒരു മോഡത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കമ്പ്യൂട്ടർ ഉണ്ട്, ഇതൊക്കെ കണക്ട് ചെയ്തേക്കുന്നുണ്ട്. ഫോൺ. ഓക്കെ, എൻ്റെ ഫോൺ ഞാൻ ഇതിൽ കണക്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ എൻ്റെ ലാപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ആയിട്ട് വരുന്ന ആരാണ്, ഇപ്പോൾ കേരള വിഷനാണ് എനിക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു.
ഇവരെന്ത് ചെയ്തു, ഇതുപോലെ ഇവിടെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു IP ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതെന്താണ്, ഒരു പബ്ലിക് IP ആണ്. ഈ ഒരു പബ്ലിക് IP ആണ് എന്താണ് കേരള വിഷൻ എനിക്ക് തരുന്നത്. എന്നിട്ട് ഈ മോഡത്തിലേക്ക് കൊടുക്കും. ഈ മോഡ് എന്ത് ചെയ്തു, ഈ ഒരു IP അഡ്രസ്സിനെ ഇവിടെയുള്ള പബ്ലിക് IP ന് എന്ത് ചെയ്തു, പബ്ലിക് ആയിട്ടുള്ള IP നിന്ന് മോഡത്തിലേക്ക് എത്തുന്ന നേരത്തെ എന്തായി, അത് പ്രൈവറ്റ് IP ആയി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ പ്രൈവറ്റ് IP ആയി. അത് എന്തായിരിക്കും 192 ഡോട്ട് വരുന്ന എടുത്ത് പറയാം. നേരത്തെ എൻ്റെ IP അഡ്രസ്സ് വരുന്നത് എന്തായിരുന്നു കാണിച്ച്, ഓക്കെ 168.190. ഓക്കെ, ഈ മോഡത്തിന്റെ IP എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. ഓക്കെ, ഈ റൗട്ടറിന് അല്ലാന്നുണ്ടെങ്കിൽ മോഡത്തിന്റെ IP എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഈ ഒരു ഇതായിരിക്കും. ഓക്കെ, ഇനി എൻ്റെ ഓരോ ഡിവൈസസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓരോ പ്രൈവറ്റ് IP ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, വൺ 168 2 ആവാം. ഇപ്പം എൻ്റെ ലാപ്പിന് കിട്ടിയിരിക്കുന്നത് പ്രൈവറ്റ് IP എന്ന് പറഞ്ഞത് ഇതാണ് നേരത്തെ കാണിച്ചെന്നല്ലോ. സോ എന്തായി, കേരള വിഷന് ഞാൻ എന്ത് ചെയ്തു, കണക്ഷൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ നേരത്തെ കേരള വിഷൻ എന്ത് ചെയ്തു, എനിക്കൊരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്തു. അവരൊരു പബ്ലിക് IP എനിക്ക് തന്നു. ഈ പബ്ലിക് IPക്ക് എന്ത് ചെയ്യണം, ഞാൻ ക്യാഷും കാര്യങ്ങളും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ മാസം ഒരു 650 രൂപ വരുന്ന ഒരു പ്ലാൻ ഞാൻ എന്ത് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ഒരു വീട്ടിലൊരു മോഡം കാര്യങ്ങളും വെച്ച് തന്നു. ആ ഒരു മോഡം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു പബ്ലിക് IP എടുത്തിട്ട് എന്ത് ചെയ്യും, പല പാർട്ടാക്കിയിട്ട് പല ഡിവൈസസും ഒരു ഒറ്റ പബ്ലിക് IP തന്നെ ഇത്രയും ഡിവൈസസ് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഈ പബ്ലിക് IP മോഡത്തിലേക്ക് വരുമ്പോൾ എന്തായി, പ്രൈവറ്റ് IP കൺവേർട്ട് ചെയ്ത് എന്തു, ഇത്രയും ഡിവൈസസ് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ പബ്ലിക് IP എന്താ, പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആ ഒരു പബ്ലിക് IPയും പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ആദ്യം കേരള വിഷൻ അതുപോലെ തന്നെ ജിയോ ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് IP ആയിരിക്കും, അത് പബ്ലിക് ആയിട്ടുള്ള IP ആയിരിക്കും. എന്നിട്ട് എൻ്റെ ഒരു മോഡം എന്ത് ചെയ്യും, ആ ഒരു പബ്ലിക് IP എന്ത് ചെയ്യും, പ്രൈവറ്റ് IP കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ വരുന്ന ഓരോ ഡിവൈസസിന് എന്ത് ചെയ്യും, ഓരോ പ്രൈവറ്റ് IP അസൈൻ ചെയ്ത് കൊടുക്കും. കൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോ. ഈ കേരള വിഷന് പകരം ഇപ്പോൾ എയർടെലാണ് വെച്ചത്, എയർടെലിന് ഫോണിലോട്ട് വരുമ്പോൾ കണക്ഷൻ പബ്ലിക് ആണോ പ്രൈവറ്റ് ആയി? പബ്ലിക് ആണ്, അത് പബ്ലിക് ആണ്. എയർടെൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്ന എന്താണ്, പബ്ലിക് ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ എടുക്കല്ലേ. മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്തെ എന്താണ്, ഡയറക്റ്റ് ഇന്റർനെറ്റിലേക്കാണ് ആക്സസ് കിട്ടുന്നത്. പകരം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ഡിഫറൻറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു പബ്ലിക് IP ഉണ്ടെന്ന് പറഞ്ഞു. ഈ പബ്ലിക് IPക്കാണ് ഞാൻ എന്ത് ക്യാഷ് കൊടുത്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. സോ ഇതെന്ത് ചെയ്യും, ഇതുപോലെ എനിക്ക് കണക്ഷനും കാര്യങ്ങളും തന്നു. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും. പകരം നമ്മൾ ഒരു വൈഫൈ മോഡോ കാര്യങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ പലതരം കുറേ ഡിവൈസസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആ ഒരു നെറ്റ്വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഡാറ്റാസും കാര്യങ്ങളും അങ്ങോട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മെത്തേഡ്സും കാര്യങ്ങളും നമുക്ക് പൈത്തണിൻ്റെ ഒരു സെർവർ അപ്പ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രൈവറ്റ് IP. പക്ഷേ പബ്ലിക് IP ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കേരള വിഷനിൽ നിന്ന് കിട്ടും. അതാണ് അതിൻ്റെ മാറ്റം. ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയോ ഹരി? ഓക്കെ, സോ ഇതാണ് പബ്ലിക് IPനും പ്രൈവറ്റ് IPനും പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് IP എന്ന് പറഞ്ഞാൽ തിങ്ക് ഓഫ് ഇറ്റ്സ് ലൈക്ക് സ്ട്രീറ്റ് അഡ്രസ് ദാറ്റ് ഐഡന്റിഫൈ യുവർ ഹോം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, നമ്മുടെ പബ്ലിക് IP എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വീടിന്റെ സ്ട്രീറ്റ് അഡ്രസ്സ്, അവിടെ ഒരു നമ്മുടെ സ്ട്രീറ്റിന് എന്തോ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. അതിനെന്ത് പറയും, ആ കംപ്ലീറ്റ് വരുന്ന ആ സ്ട്രീറ്റ് അഡ്രസ്സിന് നമ്മൾ എന്ത് പറയും, പബ്ലിക് IP ആയിട്ട് കണക്ട് ആക്കി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് IP എന്ന് പറയുമ്പോൾ തിങ്ക് ഓഫ് ഇറ്റ്സ്
ആൻഡ് റൂം നമ്പർ വിത്തിൻ യുവർ ഹോം. നമ്മളെ വീട്ടിലുള്ള ഒരു റൂം നമ്പറാണ് എന്ത് പ്രൈവറ്റ് ഐ പി. ഞാൻ ആ ഒരു എക്സാമ്പിൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രത്തോളം വരുന്ന ഈ ഒരു പബ്ലിക് ഐ പി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു സ്ട്രീറ്റ് വരുന്നുണ്ട്. ആ സ്ട്രീറ്റിന് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഒരു പബ്ലിക് ഐ പി ഉണ്ട്. ഇനി പ്രൈവറ്റ് ഐ പി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഓരോ റൂമിനും എന്ത് ചെയ്തു, ഓരോ ഡിവൈസസിനും എന്ത് ചെയ്തു, ഇതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഐ പിയും കാര്യങ്ങളും കിട്ടി. ഓക്കെ, സോ നമ്മുടെ വീടിനൊരു ഐ പി, ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ വീടിന് അകത്തുള്ള ഓരോ റൂമിന് എന്ത് ചെയ്തു, ഓരോരോ അഡ്രസ്സ് ഉണ്ടാവും. കൺസെപ്റ്റ് ക്ലിയർ ആയോ? സോ അത്രേ ഉള്ളൂ ഈ പബ്ലിക് ഐ പിയും പ്രൈവറ്റ് ഐ പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, സോ എന്ത് ചെയ്യുക, നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കുക അടുത്ത ക്ലാസ്സിൽ. സോ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ, ഐ പി അഡ്രസ്സ് എന്താ, അതുപോലെ തന്നെ IPv4 എന്താ, IPv6 എന്താ, പബ്ലിക് ഐ പി എന്താ, പ്രൈവറ്റ് ഐ പി എന്താ എന്നുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾ നോക്കിയിട്ട് വരിക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചോദിക്കുക. സോ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. താങ്ക് യു ഓൾ.